ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീ മാത്രേ നമഃ. ലളിതാ സഹസ്രനാമ അർത്ഥങ്ങളിലൂടെ നാമവ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ദേവി ഭണ്ഡാസുര വധത്തിനായിട്ട് ഒരുങ്ങിയെത്തിയ കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ. ദേവി ചക്രരാജരഥത്തിൽ വന്നു, ദേവിയുടെ കൂടെ ആ ഒരു ശക്തിസേനയും വന്നു. അതില് 2 സമ്പത്കരിയും അശ്വാരൂഢ ദേവിയും കണ്ടു. ഇനി അടുത്ത നാമമായിരിക്കുന്ന ദേവിയുടെ മന്ത്രിണി ദേവിയുടെയും ദണ്ഡനാഥ എന്ന് പറയുന്ന ദേവി ഒരിക്കലും പിരിയാത്ത 2 പേരാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 69ാമത്തെ നാമം തുടങ്ങുകയാണ്. ഗേചക്ര രഥാരൂഢ മന്ത്രിണി പരിസേവിത. അപ്പോ ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാണോർജത്തെയാണ് നമ്മൾ മന്ത്രിണി ശക്തി എന്ന് പറയുന്നത്. ഗേചക്ര രഥാരൂഢ മന്ത്രിണി പരിസേവിത. ഗേയചക്രം എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ സൂക്ഷ്മ ജോമെട്രിക്കൽ ഫോമാണ്, അതിന്റെ ജാമതീയ രൂപം. ഇപ്പൊ ഗേയമാകുന്ന രഥത്തിലുള്ള അല്ലെങ്കിൽ രഥത്തിൽ കയറിയ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം, മന്ത്രിണീ ശക്തിയാൽ പരിസേവിക്കപ്പെടുന്നവൾ. ഇപ്പൊ ഗേയം എന്ന് പറഞ്ഞാൽ ആലാപനം ചെയ്യുന്നത്, സംഗീതം, സ്വരം ഇത്യാദി ചേർന്നതിനെ നമ്മൾ ഗേയചക്രരഥം എന്ന് വിളിക്കുന്നുണ്ട്. പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അക്ഷരങ്ങളാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അവ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാണന്റെ ഊർജ പ്രവാഹമാണ് മന്ത്രിണീ ശക്തി. അപ്പൊ മന്ത്രിണി അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ശക്തിയാണ് മന്ത്രിണി. അപ്പൊ ദേവിയുടെ വില്ലിൽ നിന്നുണ്ടായ ശക്തിയാണത്. അപ്പോ നമുക്ക് ആരാണ് വന്നത് ഈ ഗേയചക്രമാകുന്ന, എന്താ പറയാ, ശ്രീചക്രത്തിൽ ഇരിക്കുന്ന ദേവിയെ സേവിക്കാൻ വന്ന ഗേയചക്രത്തിൽ വന്ന മന്ത്രിണി അല്ലെ, ആരാണ് അമ്മ? അപ്പൊ മന്ത്രിണി ദേവി പരിസേവിക്കപ്പെടുന്നുവെന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? ദേവിയുടെ പ്രധാന മന്ത്രിയാണ് മന്ത്രിണി. മന്ത്രിണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, മന്ത്രി ഒരു പദവിയാണ്, ദേവി കൊടുത്തിരിക്കുന്ന ഒരു പദവി. ഇപ്പൊ സ്തുതിക്കപ്പെടേണ്ട ചക്ര രഥത്തിലേറി അറിവ് വരാൻ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളാണ് ദേവി എന്നർത്ഥം. അതായത് പണ്ഡിതന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൾ. ഇപ്പൊ പണ്ഡിതർ സ്തുതിക്കപ്പെടേണ്ട ചക്രരഥം മനുഷ്യ ശരീരം, അതിലെ അറിവുള്ളവർ, മനുഷ്യരിലെ ജ്ഞാനികൾ എന്നർത്ഥം. തന്റെ ശരീരത്തെ അറിഞ്ഞ ജ്ഞാനികളാൽ സദാ സേവിക്കപ്പെടുന്നവളാണ് എന്നർത്ഥം. ആത്മാവെന്ന് നമുക്ക് പറയാം. വികാരങ്ങൾക്ക് കടിഞ്ഞാണിട്ട് മനസ്സ് സദാ വിധേയത്തോടു കൂടിയായിരിക്കും ആ ശരീരത്തിൽ ഇരിക്കുന്നത്, സംശയമില്ല അല്ലെ. ഇപ്പൊ സാധാരണക്കാർക്ക് ശരീരം മനസ്സിലാവുന്നില്ല. ശരീരം എന്ന് പറയുന്നത് മനസ്സിന് വിധേയമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മനസ്സ് ശരീരത്തിന് വിധേയമായിട്ടാണ് ശരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ലൗകികമായിട്ട് ആ ഒരു വേഗം വശംവദരായിട്ട് നമ്മൾ തീരണു ഈ ഭൗതിക ജീവിതത്തില്. അപ്പൊ ചക്രരാജൻ എന്ന രഥത്തെ നമ്മൾ കഴിഞ്ഞ നാമം കണ്ടു, അനന്തമായിരിക്കുന്ന കാലത്തെ കൂടി നമ്മൾ കാണണം. കാരണം കാലചക്രത്തെക്കാൾ വലിയൊരു ചക്രം എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇല്ല. ഓരോ കാലത്തിലുമുള്ള ശരീരത്തില് ഇടതടവില്ലാതെ ഒഴുകുന്ന അറിവും അതിനെ സ്തുതിക്കുന്ന ചക്രരഥമേറിയ അറിവുള്ളവരും അവരെല്ലാം ദേവിമാരാണ്. ആധ്യാത്മികതയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന സ്തുതികളും കീർത്തനങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് മന്ത്രധ്വനികൾ എന്ന് പറയുന്നത്. മന്ത്രാക്ഷരങ്ങൾ വളരെ ശക്തിമത്താണ്. അങ്ങനെയുള്ള മന്ത്രധ്വനികളാൽ സദാ സേവിക്കപ്പെടുന്നവളാണ് ദേവി. അപ്പൊ നാമജപ മണ്ഡലത്തിലെ ആ ഒരു പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണിത്. നാമജപം ചെയ്യുന്ന വ്യക്തികളില് ആ ഒരു വ്യക്തികളെ നമുക്ക് മന്ത്രിയോ മന്ത്രിണിയോ എന്നൊക്കെ പറയാം. അവിടെ ഗേയചക്രം എന്നത് ആ ഒരു അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയ കോശം, അതായത് ജന, തപ, ബ്രഹ്മ എന്ന ജീവ ശരീരത്തിന്റെ 7 നിലകൾ അറിയുന്ന മനസ്സ് തന്നെയാണ്. അപ്പൊ മന്ത്രത്തിന്റെ അപാരമായിരിക്കുന്ന കഴിവാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം. മനരാൽ ത്രായതേ ഇതി മന്ത്രഃ. അപ്പൊ ഗേയചക്രം എന്ന രഥത്തിലിരിക്കുന്ന മന്ത്രിണി എന്ന ദേവതയാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി. കദംബവനവാസിനി അല്ലെ, നമ്മള് 60ാമത്തെ നാമത്തിൽ പറഞ്ഞ മന്ത്രിണി ദേവി മണിദ്വീപിലേക്ക് പോകുമ്പോഴുള്ള 7ാമത്തെ ആ ഒരു വെള്ളിക്കോട്ടയ്ക്കും 8ാമത്തെ സ്വർണ്ണക്കോട്ടയ്ക്കും ഇടയിലുള്ള കദംബവനത്തിലാണ് ശ്യാമളാംബിക എന്ന പേരോടുകൂടി രാജശ്യാമളാദേവി വസിക്കുന്നത്.
പരാശക്തിയുടെ മറ്റൊരു ആയുധമായിരിക്കുന്ന കരിമ്പുവില്ലിൽ നിന്നാണ് മന്ത്രിണീ ദേവിയുടെ ആവിർഭാവം. മനോരൂപേക്ഷ കോദണ്ഡ, അതായത് തന്റെ തന്നെ വരം കൊണ്ട് വഴിതെറ്റിയ ആ ഒരു മമതാസുരനെ നേർവഴിക്ക് നടത്താനായിരുന്നു മന്ത്രിണീ ദേവിയുടെ അവതാരം. ശ്രീ വിനായകന്റെ സഹായത്തോടുകൂടി മമതാസുരനെ കരിമ്പിൻ തണ്ടുകൊണ്ട് തല്ലിയാണ് ദേവി നന്നാക്കിയത്. അപ്പൊ മമത്വമാണ് ഏറ്റവും വലിയ പാശം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മന്ത്രിണീ ദേവി 79 യോഗിനികളെ നയിച്ചുകൊണ്ട് വിരാജിക്കുന്ന രഥം, അതായത് ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമാണ് സദാ. ഈ നാമം ഗേയചക്രം എന്നും പറയുന്നുണ്ട്. ഗേയചക്രം, അതായത് ഗയ എന്നാൽ അഭിവൃദ്ധി എന്നർത്ഥം, കുടുംബം, ഐശ്വര്യം, വീട് എന്നൊക്കെ പറയാം. അപ്പൊ നാമപാരായണം കൊണ്ട് ഗേയം, അതായത് ഐശ്വര്യവത്താകണം നമ്മുടെ ജീവിതം. അപ്പോ ഗേയചക്ര രഥത്തില് ആരൂഢയായിരിക്കുന്ന ശ്യാമളാദേവിയാൽ പരിസേവിതയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അപ്പൊ കരിമ്പുവില്ലിൽ നിന്ന് മനഃശക്തിയുടെ രൂപത്തില് മനന സാമർഥ്യത്തോടുകൂടി ദേവി ജനിച്ച ദേവിയാണ് ശ്യാമളാദേവി. അപ്പൊ ദേവിക്ക് കാർമേഘവർണ്ണമാണ്, സംഗീതജ്ഞാനം, കയ്യിലൊരു വീണയുണ്ട്, ഒരു കയ്യിൽ കിളിയാണ്, മധുരമായിരിക്കുന്ന വാക്ക്, ആ ഒരു ഗാനശക്തി, മനനശക്തി, ജ്ഞാനശക്തി, ഇവകളാല് ആ ഒരു മനവശീകരണ ശക്തിയോട് കൂടിയവൾ. ഇപ്പൊ ദേവിയുടെ സാമ്രാജ്യത്തിലെ മന്ത്രിണി പദവിയാണ് കൊടുത്തിരിക്കുന്നത്. ദേവിയുടെ തൊട്ടടുത്ത സ്ഥാനാണത്. ചക്രവർത്തിയും മന്ത്രിമാരും ചേർന്ന് മന്ത്ര ആലോചന ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെ? രഹസ്യമാണിത്. അപ്പൊ മനനം ചെയ്ത് അറിയണമെന്നർത്ഥം. മന്ത്രങ്ങൾക്ക് എല്ലാം നാഥയാണ് മന്ത്രിണീ ദേവിയുടെ ആ ഒരു രഥനാളം എന്ന് പറയുന്നത്. ഗേയചക്രം, ഗേയം എന്നാൽ പാടി പുകഴ്ത്തപ്പെടേണ്ടത്, സ്തുതിക്കപ്പെടേണ്ടത്. അപ്പൊ ഗേയചക്രത്തിന് 7 സ്വരങ്ങള്, 7 തട്ടുകളായിട്ടിരിക്കുന്നു. ഈ രഥം ചലിക്കുമ്പോൾ സംഗീതധ്വനി ഉയരുന്നു. പാട്ടുരഥം, ഇതിൽ 7 സംഗീത യോഗിനികൾ ഇരിക്കുന്നു. അപ്പൊ ഒരിക്കലും മന്ത്രിണീ ദേവി മാതംഗ മുനിയുടെ മകളായിട്ട് ജനിക്കുകയാൽ മാതംഗി എന്നൊരു പേരുണ്ട് ദേവിക്ക്. മതങ്കൻ ശബരിമലയില് ജ്യോതിഷ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മതംഗ മുനി തന്നെയാണ് ആ ശബരിയുടെയും ഗുരുവായിട്ട് നമുക്ക് കാണേണ്ടത്. അപ്പൊ മാതംഗിയുടെ വേഷം വനവാസികളുടെയാണ്. കാരണം ആ ഒരു കുത്തി ഞാത്തിയ കാതില്, ചുരുട്ടിയ പനയോല കൊണ്ട് താടങ്കം, തോട, കാട്ടുപൂക്കൾ കൊണ്ട് ശിരോ അലങ്കാരം, മാതംഗിയുടെ കയ്യിലെ ആ കൈവീണയുടെ ഒറ്റ നാദം മതി ശത്രുക്കളെ നശിപ്പിക്കാൻ. അപ്പൊ കയ്യിലെ കിളി, നമുക്കറിയാം കയ്യിലെ കിളി വേദരൂപമാണ്. ശുകം ശ്രുതി സ്വരൂപമാണ്. വേദാംഗമായ ധനുർവേദത്തെ നമ്മൾ ചിത്രജീവം എന്ന വില്ലും ആ ഒരു അമ്പുമായിട്ടാണ് ആ ഒരു ശ്യാമളാദേവിയുടെ ചിത്രം നമ്മൾ കാണുന്നത്. അപ്പൊ ശ്യാമളാദേവിയുടെ വീണയും ശുകവും വളരെ വളരെ പ്രസിദ്ധമാണ്. യന്ത്രിണി തന്ത്രിണി എന്ന 2 ശക്തികളുള്ളവയാണിത്. അതായത് മന്ത്രിണിയിൽ സകല മന്ത്രങ്ങള്, അതായത് മന്ത്ര യന്ത്ര തന്ത്രാദികളെല്ലാം തന്നെ, മാത്രമല്ല സംഗീത വേദവും ധനുർവേദവും ഇരിക്കുന്നു എന്നർത്ഥം. ഇന്ദ്രിയവും മനസ്സും അടക്കി തെളിഞ്ഞ സാത്വിക ബുദ്ധിയില് ദേവി മന്ത്രം മനനം ചെയ്യുമ്പോൾ മനസ്സ് തന്നെ ദേവി രൂപമായിട്ട് തന്മയീഭവിക്കുന്ന ദിവ്യ അനുഭവമാണ് മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. ഉപാസകൻ മന്ത്രിണിയായി തന്മയീഭവിച്ച ശ്രീവിദ്യ തന്മയത നേടുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെ ദേവിയുടെ എന്താ പറയാ, ഭണ്ഡാസുരനെ വധിക്കാനുള്ള ആ ഒരു യുദ്ധ സന്നാഹത്തില് ദേവിയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മന്ത്രിണീ ദേവി ഗേയചക്രത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ആരാണ് അടുത്തത് വരാൻ പോകുന്നത്? 70ാമത്തെ നാമത്തില് കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. അടുത്ത രഥം വന്നു കഴിഞ്ഞു. കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. അപ്പോ പ്രകൃതി നിയമം അഥവാ ക്രമം, അതായത് അതിനെയാണ് നമ്മൾ ഋതം എന്ന് പറയുന്നത്. ശരിക്കും ഇതിനെതിരാണ് അക്രമം എന്ന് പറയുന്നത്. അപ്പോ ആ അക്രമത്തെ അമർച്ച ചെയ്യുന്ന ശക്തി, അതിനെയാണ് നമ്മൾ വാരാഹി ദേവി, ത്രിവിക്രമ, 3 ലോകത്തിലും പ്രവർത്തിക്കുന്ന ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ദണ്ഡം എന്ന് പറഞ്ഞാല് കർമ്മത്തിന് ഫലം കൊടുക്കുന്ന ശക്തി, അല്ലെ? പണിഷ്മെന്റ് എന്ന് നമ്മൾ പറയില്ല, ഒരു കുറ്റം ചെയ്താൽ ദണ്ഡിക്കണം. അപ്പൊ ദേവി വരുന്ന ഒരു രഥത്തിനെയാണ് നമ്മൾ എന്താ പറയുക, കിരിചക്രം എന്ന് പറയുന്നത്. ആ ഒരു ആ കിരി എന്ന് പറഞ്ഞാൽ വരാഹം അല്ലെങ്കിൽ പന്നി, ദണ്ഡനാഥ എന്ന് പറഞ്ഞാൽ വിക്രമശക്തി. ആ അക്രമത്തെ കീഴ്പ്പെടുത്തി പ്രകൃതി നിയമത്തെ പുനഃസ്ഥാപിക്കുന്ന ശക്തി എന്ന് പറയാം. ആ ഒരു പുരസ്കരണം മുമ്പേ നടക്കൽ. ഇപ്പൊ വരാഹ ചക്രത്തിലേറിയ ദണ്ഡനാഥ ശക്തിയാൽ വഴികാട്ടപ്പെടുന്നവൾ. ഇപ്പൊ വരാഹ ശക്തി എന്ന് പറഞ്ഞാല്
സാന്ദ്രീകരണം, അതായത് സോൾഡിഫിക്കേഷൻ, അത് നടത്തുന്ന ശക്തി. അപ്പൊ ദ്രാവക രൂപത്തിലുള്ള ഒരു പദാർത്ഥം കട്ടിയാകുന്ന പ്രക്രിയയാണ് നമ്മൾ സാന്ദ്രീകരണം എന്ന് പറയുന്നത്, അല്ലെ? ഇതിന് പിന്നിലെ പ്രകൃതി ശക്തിയാണ് വരാഹശക്തി. പദാർത്ഥങ്ങൾ കട്ടിയാകുന്ന പിന്നിലെ ശക്തി എന്ന് പറഞ്ഞാല് ജലത്തിന്റെ മുകളിലുള്ള മർദ്ദം പോലെ. അപ്പോ അടുത്ത പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ പോസ്റ്റ്, അതായത് ദേവി കൊടുത്തിരിക്കുന്ന ഒരു യുദ്ധത്തിന് വരുമ്പോ നമുക്ക് ഓരോ പോസ്റ്റ് ഉണ്ടല്ലോ, അതാണ് സർവ സൈന്യാധിപ എന്ന് പറയുന്നത്. അപ്പൊ ദേവി തിരിചക്ര രഥത്തിൽ ആരൂഢയായി വരുന്ന ദണ്ഡനാഥ ദേവിക്ക്, അതായത് വാരാഹി ദേവിക്ക് ആ ഒരു സർവ സൈന്യാധിപ എന്നുള്ള ആ ഒരു പോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കിരി എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ പന്നി, അല്ലെ? കിടി എന്ന് പറയും. അല്ലെ? ഇപ്പൊ നമ്മള് എന്താ പറയാ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരത്തിന് കിടി എന്ന് പറയാറുണ്ട്, വരാഹ രൂപം. അപ്പൊ ദണ്ഡ നീതി നടപ്പാക്കുന്ന ദേവി ആ ഒരു ദേവിയുടെ പഞ്ചബാണങ്ങളിൽ നിന്നാണ് ജനിച്ചത്. അതുകൊണ്ട് അമ്മയ്ക്കൊരു പേരുണ്ട്, പഞ്ചമി. പഞ്ചമി, പഞ്ചഭൂതേശി, പഞ്ചസംഖ്യോപചാരിണി എന്നൊക്കെ പറയാറുണ്ട്. ദേവിയുടെ പഞ്ചബാണങ്ങളിൽ നിന്ന് വന്ന വാരാഹി ദേവിക്ക് പഞ്ചമി എന്നാണ് പേര്. വാരാഹി എന്ന പ്രസിദ്ധമായിരിക്കുന്ന ദേവി കയ്യില് ആ ദണ്ഡിക്കാനുള്ള ദണ്ഡ്, അതിന്റെ യമന്റെ ആയുധമാണ് ദണ്ഡ്, അല്ലെ? ആ ആയുധം ധരിച്ചാണ് വന്നിരിക്കുന്നത്. കാട്ടുപന്നിയെ പോലെ ബലശാലിനിയാണ് ദേവി. ദേവി മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് കൊണ്ട് സങ്കേത എന്നൊരു പേരുണ്ട് ദേവിക്ക്. അപ്പൊ സ്വാമിനിയുടെ സങ്കേതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവൾ. മനുഷ്യ ശരീരത്തിന്റെ ആജ്ഞാചക്രത്തിൽ ഇരുന്ന് ആജ്ഞാചക്രേശ്വരിയായിരിക്കുന്ന ദേവിയുടെ ആജ്ഞകള് കൃത്യമായിട്ട് നടപ്പാക്കുന്ന ദേവിയാണ്. കിരിചക്രത്തിന് 5 തട്ടുകളുണ്ട്. ഇതില് യോഗിനികളാണ്. കിരി എന്ന് പറഞ്ഞാല് കിരണങ്ങൾ, അഥവാ സൃഷ്ടിസ്ഥിതി ആ ഒരു ലയങ്ങളുടെ കിരണങ്ങളുടെ സമൂഹം എന്ന് അർത്ഥം എടുക്കാം. ഈ കിരണ സമൂഹത്തില് ആജ്ഞാചക്രത്തിൽ ആരൂഢയായിട്ടിരിക്കുന്നവൾ, അതായത് ദണ്ഡനാഥ, അതായത് യമനാൽ സ്വാധീനിക്കപ്പെടാത്തവൾ, യമനെ ജയിച്ചവൾ, യമി. ചിത്തത്തെ ശ്രീവിദ്യയില് ഏകാഗ്രമാക്കി നിർത്തി സംയമനം പാലിക്കുന്നവരെ യമന് പോലും തോൽപ്പിക്കാൻ സാധ്യമല്ല, അല്ലെ? അവര് അമൃതരാണെന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു കിരി എന്നാൽ മധുരക്കിഴങ്ങ്, അതായത് സ്തുതിക്കുന്നയാൾ, പന്നി എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ കഴിഞ്ഞ നാമത്തിന്റെ ആ ഒരു വിപുലീകരണമാണ് ഈ നാമം. അതായത് നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ ആ ഒരു ആദരിക്കുക, ഒലിപ്പിക്കുക, സ്തുതിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരാണ് കവികള്. അപ്പൊ അങ്ങനെയുള്ള സ്തുതികള് സാധനയ്ക്ക് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആത്മചൈതന്യത്തെ മാറ്റി വ്യക്തികളില് പറയുകയാണെങ്കിൽ ഗുരുവായിട്ട് കാണണം. ഇത് ശിഷ്യനെ സച്ചരിതരാക്കുന്ന ഗുരുക്കന്മാരായിട്ട് കാണാം. അങ്ങനെയുള്ള ഗുണങ്ങളാണ് മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ജ്ഞാനികള് അഹങ്കാരമില്ലാതെ അറിവിനെ ആദരിക്കുന്നവരാണ്. ദേവിയുടെ പഞ്ചസായകങ്ങളിൽ നിന്ന് വന്ന ആ ഒരു സൈന്യാധിപയായിരിക്കുന്ന വാരാഹി ദേവി പഞ്ച തന്മാത്ര സായക, ശബ്ദ സ്പർശ രൂപ രസഗന്ധമാകുന്ന 5 ഇന്ദ്രിയങ്ങള് മനസ്സിന്റെ ശക്തിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ദേവി വാരാഹിയാണത്. വരാഹം അഥവാ പന്നിമുഖത്തോടു കൂടിയവള്. ശിക്ഷകൾ നടപ്പാക്കുന്ന വാരാഹി ദേവിയുടെ വാള് തന്നെയാണ്. ആ ദണ്ഡേന്തി പൊരുതുവാൻ തയ്യാറായി നിൽക്കുന്ന വാരാഹി പന്നികൾ വലിക്കുന്ന 5 നിലകളുള്ള രഥത്തിലാണ് ആരൂഢയായിട്ടിരിക്കുന്നത്. ദേവിയുടെ മറ്റൊരു നാമമാണ് ദണ്ഡനാഥ എന്ന് ഉള്ളത്. ഇതിന്റെ തത്വം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പന്നികൾ സാധാരണ താഴോട്ട് മാത്രമേ നോക്കാറുള്ളൂ. മുകളിൽ എന്താന്ന് തീരെ ശ്രദ്ധിക്കാതെ വർത്തമാന ലോകത്തിൽ ജീവിക്കുന്ന ജീവിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും താഴേക്ക് മാത്രമല്ല നോക്കേണ്ടത്, അല്ലെ? മനസ്സിന്റെ ആ വികല്പങ്ങളിൽ ഏറ്റവും വലുത് നിരാശ എന്നതാണ്. സൂര്യന് പോലും അസ്പർശമായിരിക്കുന്ന ബ്രഹ്മത്തെ വിഭാവനം ചെയ്യുന്നതായിട്ട് കാണാം. ആ കിരണമണ്ഡലത്തിൽ ആരൂഢയായിരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠ നാഥനെ അവഗണിക്കുന്നു എന്ന അർത്ഥവും വരാം. ഇപ്പൊ കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥാപുര അപുരസ്കൃത എന്നുള്ള സന്ധി പിരിച്ചെഴുതിയാല് സൂര്യനാൽ ആരാധിക്കപ്പെടുന്ന ബ്രഹ്മത്തെയും നമുക്ക് പറയാം. അപ്പൊ ദണ്ഡനാഥ പുരസ്കൃത എന്ന് നമുക്ക് വായിക്കാം. ഇനി സൃഷ്ടി സ്ഥിതി സംഹാര ചക്രങ്ങളിൽ ആരൂഢയായിരിക്കുന്ന ദണ്ഡനാഥരാൽ പുരസ്കൃതയായവൾ ദണ്ഡനാഥ. അപ്പോ ആ യമന് പോലും സ്വാധിക്കാൻ പറ്റാത്ത ശക്തി എന്നും എടുക്കാം. അപ്പൊ അങ്ങനെ അടുത്ത ദേവിയുടെ സർവ സൈന്യാധിപ എത്തിക്കഴിഞ്ഞു. യുദ്ധം ഏകദേശം അടുത്തെത്തി, അല്ലെ? അതിന്റെ തെളിവുകളായിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു. ഇപ്പൊ ഇനി അടുത്തത് ആരാണ് വരുന്നത് യുദ്ധത്തിന്? അതായത്
ദേവിയെ സഹായിക്കാനാണ് ഇവരെല്ലാം വരുന്നത് അല്ലെ. അടുത്ത വരുന്നതാണ് ആ ഒരു അടുത്ത നാമത്തില് ജ്വാലാമാലിനി കാംക്ഷിപ്ത വന്യപ്രാകാര മധ്യക. 71ാമത്തെ നാമത്തില് ദേവി ജ്വാലാമാലിനിയാണ് വരുന്നത്. അതായത് ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാര മധ്യക. ജ്വാലാമാലിനി അതായത് ദഹിപ്പിക്കുന്ന, വന്യപ്രാകാരം അഗ്നിശക്തി, ക്ഷിപ്ത എന്ന് പറഞ്ഞാൽ ക്ഷേപിക്കുക, എറിയുക, ഇല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുക. അപ്പൊ വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി, പ്രാകാരം എന്ന് പറഞ്ഞാൽ മതില്, മധ്യക എന്ന് പറഞ്ഞാൽ മധ്യത്തില് നിൽക്കുന്നവൾ. അപ്പൊ ജ്വാലാമാലിനി പ്രകടമാക്കിയ തീ മതിലിന്റെ മധ്യത്ത് സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ജ്വാലാമാലിനിക എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ പ്രാണോർജം, അതായത് വിദ്യുത്, അഗ്നി തത്വത്തെയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് വളരെ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചകോശ മധ്യത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. വന്നി എന്ന് പറഞ്ഞാല് പ്രാണോർജം, അഗ്നി, ചൂട്, അഗ്നിയുടെ സാന്നിധ്യമാണ് അത്. അപ്പോ നമ്മുടെ ആത്മാവിന് പ്രാണോർജം, അതായത് ആത്മാവ് ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ഹൃദയാകാശം അല്ലെ. അപ്പോ ജന്മാന്തരമായിട്ട് കിട്ടിയ അറിവാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇരിക്കുന്ന ശക്തി, അതാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ ജ്വാലാമാലിനിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ ഇരിക്കുന്നവൾ എന്ന് നമ്മള് കേൾക്കുമ്പോൾ നമുക്ക് ആ ജ്വാലയുടെ മധ്യത്തിൽ ഇരിക്കുന്ന ദേവിയെ നമ്മൾ കാണണം. ശ്രീചക്രത്തില് ദേവിയുടെ ഇരിപ്പിടമായിരിക്കുന്ന ബിന്ദു സ്ഥാനത്തിന് ചുറ്റുമുള്ള ആ ഒരു ത്രികോണത്തിന്റെ ഓരോ വശത്തും 5 പേര് ഇന്നിപ്പുണ്ട്. അത് നമ്മൾ 15 നിത്യാദേവികളാണ്. അപ്പൊ നാശമില്ലാത്ത കാലാഗ്നി സ്വരൂപമായിട്ട് ഉള്ളവരാണ് തിഥിനിത്യകള്. കാമേശ്വരി, ഭഗമാലിനി അല്ലെ, മഹാവജ്രേശ്വരി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. അപ്പോ ഇവരുടെ അടുത്തുള്ള ബിന്ദുവില് 16ാമത്തെ നിത്യയായിട്ട് ദേവി ഇരിക്കുന്നു. ഇപ്പൊ ശക്തി ത്രികോണങ്ങൾ 5, അഗ്നിരൂപമായിരിക്കുന്ന ശിവപരമായ 4 ത്രികോണങ്ങള്. അപ്പൊ ഈ 9ന്റെ നടുക്ക് ബിന്ദു സ്ഥാനത്തിരിക്കുന്നവൾ. ഇപ്പൊ സൃഷ്ടി, സ്ഥിതി, ലയം, ഈ ഈ ഒന്നും ബാധിക്കപ്പെടാതെ, ഒരു മാറ്റവുമില്ലാതെ, അതായത് ശരീരത്തിന്റെ ഉള്ളിലും പുറത്തും പ്രപഞ്ചോർജത്തിലും മണ്ഡലത്തിലും എല്ലാം ഒരുപോലെ അഗ്നിമാലകൾ അണിഞ്ഞ് ഊർജ സ്വരൂപമായിട്ട്, ചിച്ചക്തിയായിട്ട്, നിർവികാര പരബ്രഹ്മ സ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ ദേവി. നമുക്ക് അങ്ങനെ എടുക്കാം. കാരണം ഈ ജ്വാലാമാലിനി എന്ന് പറയുന്നത് വളരെ അഗ്നി മധ്യത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത്, അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചൂടും പ്രകാശവും കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ജ്വാലാമാലിനികയാൽ ക്ഷിപ്തമായ വന്യപ്രാകാരത്തിന്റെ മധ്യത്തിലുള്ളവൾ. ഇപ്പൊ ഗേയചക്രവും കിരിചക്രവും കഴിഞ്ഞ് നമ്മളിപ്പോ എവിടെ എത്തി? ജ്വാലാമാലിനിയിൽ എത്തിയിരിക്കുകയാണ്. ജ്വാല എന്നാല് ഉദാഹരണത്തിന് ആ ഒരു ചിത്രീകരണം എന്ന അർത്ഥമുണ്ട്. തീജ്വാലയ്ക്ക് പുറമെ ഉദാഹരണ സഹിതമുള്ള മാലിനിയാൽ ബാധിക്കപ്പെട്ട ആചാര്യ പ്രാകാരങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ സ്തുതികൾ നടക്കപ്പെടുന്നത് ആചാര്യവൃന്ദങ്ങളുടെ കോട്ടയിലാണ്. അങ്ങനെ ഒരു അർത്ഥം എടുക്കാം നമുക്ക്. വ്യക്തമായ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ശക്തിയെ ഉദാഹരിക്കുന്നത്. അപ്പോഴാണ് പ്രായോഗികമായിട്ട് ജ്ഞാനാർത്ഥികൾക്ക് മനസ്സിലാകുന്ന, ജ്ഞാനത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഇരുന്നാൽ വീണ്ടും വീണ്ടും ജ്ഞാനത്തിൽ ഉഴലുന്ന ആ ഒരു ജ്ഞാനത്തിന് വേണ്ടി ഉഴലുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികള്. ലളിതാ സഹസ്രനാമം തന്നെ നമുക്കറിയാം, ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞതാണ് അല്ലെ. ഹയഗ്രീവനും അഗസ്ത്യനും മഹാന്മാരായിരിക്കുന്ന, ശ്രേഷ്ഠവരായിരിക്കുന്ന 2 ഋഷികളാണ്. ഏത് കാരണ സഹിതം വേണം നമ്മളത് വെളിപ്പെടുത്താൻ. ഇനി വേറൊരു നാമം തീയുടെ പ്രേരക ശക്തിയായിരിക്കുന്ന ദേവിയുടെ ഭാവമാണ്. തീയുടെ ജ്വാലകളാകുന്ന കോട്ടമതിലിന്റെ മധ്യത്തില് അലങ്കാരമായിട്ടിരിക്കുന്നവളാണ് ദേവി. അപ്പൊ തന്നില് തീ ഏൽക്കാതെ തീ ഉണ്ടാക്കുന്നതാണ് ദേവിയുടെ കർത്തവ്യം. ഒന്നിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുനിന്ന് അതിനെ സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യാൻ സാധന കൊണ്ട് മാത്രം ലഭിക്കുന്ന ശക്തി വിശേഷമാണ്. സംസാര സാഗരത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ ഒന്നും ഏശാതെ ജീവിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. അപ്പൊ കഥാതലത്തില് പണ്ടാസുര യുദ്ധത്തിലെ ദേവി സേനയെ പരിരക്ഷിക്കുന്നതിനായിട്ട് ജ്വാലാമാലിനി എന്ന ദേവി അഗ്നിജ്വാലകളാൽ ഒരു കോട്ട സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാം. അപ്പൊ അതിന് മധ്യത്തിലാണ് ലളിതാ ത്രിപുരസുന്ദരി ഇരിക്കുന്നത്. അപ്പൊ ഭണ്ഡന് തീരെ അപ്രാപ്യമായ ഒരു സ്ഥാനമാണിത്. യുദ്ധ നിയമങ്ങൾ തെറ്റിച്ച് ഭണ്ഡാസുരൻ രാത്രിയിലൊക്കെ യുദ്ധം ചെയ്യാനെത്തും. തന്റെ യജമാന സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ രക്ഷിക്കാൻ സദാ ജാഗരൂപിണിയായിട്ട് തീയുടെ മതിൽ സൃഷ്ടിച്ച് ആ ഒരു പരിരക്ഷ
ചെയ്യുന്നവളാണ് ജ്വാലാമാലിനി ദേവി. നമ്മുടെ തിഥികളില്, തിഥി നിത്യ ദേവതകളില് 4ാമത്തെ ചതുർദശി തിഥിയാണ് ജ്വാലാമാലിനിയുടേത്. അപ്പൊ പൗർണമി മുതല് പുതിയ ചന്ദ്രക്കല വരെയുള്ള 16 നാളുകളെയാണ് നമ്മൾ തിഥികളായിട്ട് അറിയപ്പെടുന്നത്. ഓരോ തിഥിക്കും ഓരോ ദേവതയുണ്ട്. 16ാമത്തെ തിഥിയായിരിക്കുന്ന ഷോഡശ തിഥി, അതാണ് ലളിതാദേവിയുടെ ദിവസം പൗർണമിയായിട്ട് നമ്മൾ പറയുന്നത്. ഇതിന്റെ സാരം നോക്കിയാല് ശ്രീചക്രത്തിന്റെ ചുറ്റുമുള്ള ത്രികോണങ്ങളാണ് ജ്വാലാമാലിനിക എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ബിന്ദുവായ ലളിതാംബികയെ ചുറ്റിയിട്ടാണ് ഇവർ നിലനിൽക്കുന്നത്. മന്ത്രിണി ദേവിയുടെ ശരീരമാണ് ജ്വാലാമാലിനിക എന്ന് പറയാറുണ്ട്. കാരണം അത് താപമാണ്, സ്തോത്രങ്ങള് മന്ത്രങ്ങള് ഉണ്ടാകുന്ന താപം. അപ്പോ ജ്വാലാമാലിനി എന്ന് പറഞ്ഞാൽ ദേവിയുടെ പരിരക്ഷയ്ക്കായി നിൽക്കുന്ന ശക്തി, നമുക്കിങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്ത നാമം നമ്മള് ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. അപ്പൊ ഭണ്ഡസൈന്യം, അതായത് 72ാമത്തെ നാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. ഭണ്ഡന്റെ സൈന്യത്തെ വധിക്കാനായിട്ട് ഉദ്യമിച്ചു നിൽക്കുന്ന മേൽപ്പറഞ്ഞ ശക്തികളുടെ വിക്രമത്തിൽ പുളകം കൊണ്ട് നിൽക്കുന്നവൾ. ഹർഷം എന്ന് പറഞ്ഞാൽ പുളകം അല്ലെ, ഉദ്യുക്ത എന്ന് പറഞ്ഞാൽ ഉദ്യമിച്ച. അപ്പൊ പ്രകൃതി നിയമങ്ങൾക്ക് ഋതം അഥവാ ക്രമം എന്ന് നമ്മൾ കണ്ടു. ക്രമത്തെ തകർക്കുന്ന പ്രവൃത്തിയാണ് അക്രമമെന്നും കണ്ടു. അക്രമത്തെ കീഴടക്കി ക്രമം സ്ഥാപിക്കാനുള്ള ക്രിയയാണ് നമ്മൾ വിക്രമം എന്ന് പറയുന്നത്. അപ്പോ ഭണ്ഡ സൈന്യത്തില് വധത്തിന് ഉദ്യുക്തമായിരിക്കുന്ന ശക്തി വിക്രമങ്ങളാൽ ഹർഷിതയായിട്ടിരിക്കുന്നവൾ. അപ്പൊ തിന്മയുടെ സേനയെ നശിപ്പിക്കാൻ കഴിവുള്ളവൾ, അതില് സാമർഥ്യവും സന്തോഷമുള്ളവൾ എന്നൊക്കെ നമുക്ക് ഇതിന് അർത്ഥം എടുക്കാം. അതായത് ലോകമാകുന്ന ഈ നാണയത്തിന്റെ, ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് നന്മയും തിന്മയും നിന്ന്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല അല്ലെ. അപ്പൊ നന്മയെയും തിന്മയെയും നയിക്കുന്ന പ്രേരണകളെ തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കാനുള്ള ശക്തിയും സാമർഥ്യവും തനിക്കുള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഹർഷബാഷ്പം തൂകുകയാണ് ആത്മാവ്. കഴിഞ്ഞ നാമത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഹർഷം എന്ന നാമം എടുക്കണം. തന്നെ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാറ്റിൽ നിന്നും മാറുവാനുള്ള കഴിവ് അത് മനുഷ്യനിൽ ഉണ്ടെന്നും അവൻ വിചാരിച്ചാൽ മാത്രമേ അതിന് സാധ്യമാകുള്ളൂ എന്ന് അറിയാനും നല്ലൊരു ഭരണാധികാരി സമൂഹത്തിന് സാധിക്കുന്നതിൽ ആ ഒരു മകളെ നശിപ്പിക്കാൻ നിയുക്തരായ സൈന്യത്തില് സന്തോഷിക്കുന്ന ഭാവം. തന്റെ മക്കളെ സംരക്ഷിക്കാനാണ് ഈ സേനകളെ എല്ലാം അമ്മ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഭരണാധികാരിക്ക് എന്താ വേണ്ടത്? തന്റെ രാജ്യത്തെ നന്നായിട്ട് സംരക്ഷിക്കുക. അപ്പൊ ശരീര വിഷയങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഭരണാധികാരി എന്നത് ശരീരത്തിന്റെ ആത്മാവാണ് അല്ലെ. ഈ കഥയില് പരാശക്തി എന്ന അധികാരി, അതാണ് ശ്രീമാതയായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ ആത്മശക്തി തന്നെയാണിത്. ഭണ്ഡനെയും സൈന്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന തന്റെ സൈന്യത്തിലും ശക്തിയിലും സാമർഥ്യത്തിലും ആനന്ദ ചിത്തയായിരിക്കുന്ന പരാശക്തി. അപ്പൊ ഭണ്ഡന്റെ സൈന്യത്തെ നോക്കിയാൽ കുടിലാക്ഷൻ എന്ന് പറയുന്ന സൈന്യാധിപന്റെ കീഴിലാണ് ഭണ്ഡന്റെ മഹാസൈന്യം അണിനിരക്കുന്നത്. ഇനി ഇവിടെ മുതൽ ഭണ്ഡനുമായിട്ടുള്ള യുദ്ധവിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. 3000-ഓളം വരുന്ന അക്ഷൗഹിണി പടയാണ് ഭണ്ഡനുണ്ടായിരുന്നത്. ആന, രഥം, കുതിര, കാലാള് ചേർന്ന സൈന്യത്തെ നമ്മൾ പത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള 3 പത്തി, ഒരു സേനാമുഖം. ഈ 3 സേനാമുഖം ഒരു ഗുൽമമാണ്. അപ്പൊ ഈ 3 ഗുൽമം ചേരുമ്പോ ഒരു ഗണം, 3 ഗണം ഒരു വാഹിനി, 3 വാഹിനി ചേരുമ്പോ ഒരു പ്രധന, 3 പ്രധന ഒരു ചമും, 3 ചമും ഒരു അനേകിനിയും ആണ്. അപ്പൊ ഇങ്ങനെ 10 അനേകിനി ചേരുമ്പോഴാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്ന ആ ഒരു വ്യൂഹം ഉണ്ടാകുന്നത്. അത്തരം 3000 അക്ഷൗഹിണിയാണ് ഭണ്ഡാസുരനുള്ളത്. ആ സേനയും ശക്തി ചിന്തകൾക്ക് അതീതമാണ്. കാരണം മഹായുദ്ധമായിരുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ആകപ്പാടെ 18 അക്ഷൗഹിണികളാണ് ഉണ്ടായിരുന്നത്. കൗരവർക്ക് 11, പാണ്ഡവർക്ക് 7 മാത്രം. അപ്പൊ ഭണ്ഡന്റെ സൈന്യാധിപൻ എന്ന് പറയുന്നത് കുടിലാക്ഷൻ, അതായത് ഒരു ആഭിചാര പ്രവർത്തനത്തില് പ്രസിദ്ധനായിരിക്കുന്ന ആളാണ് കുടിലാക്ഷൻ. അപ്പൊ ആ താലകേതു, താലജംഘൻ, താലഭുജൻ, താലഗ്രീവൻ എന്നിങ്ങനെ അതീവ സമർത്ഥന്മാരായിരിക്കുന്ന മക്കളാണ് ഈ അക്ഷൗഹിണികളില് ഭണ്ഡന്റെ കോട്ടയായിരിക്കുന്ന ശൂന്യകപുരത്തെ സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുടിലാക്ഷനെയാണ് സേനയെ അയക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഭണ്ഡൻ. അപ്പൊ കാര്യങ്ങളെല്ലാം
അതീവ ജാഗ്രതയോടാണ് കുടിലാക്ഷം ചെയ്തിരിക്കുന്നത്. എങ്കിലും ദേവീ സൈന്യത്തോട് യുദ്ധം ചെയ്തപ്പോൾ പരാജയമാണ് അവിടെ ഏറ്റുവാങ്ങിയത്. അയാളുടെ സേനാപതികളായിരിക്കുന്ന ദുർമദൻ, കുരുണ്ടനും എല്ലാം മരിച്ചു വീണു. അങ്ങനെ 100 അക്ഷൗഹിണികളോടൊപ്പം ശാംബരികൾ എന്നറിയപ്പെടുന്ന സേനാനായകന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ നാഗാസുരന്മാരായിരുന്നു. അപ്പോ ശ്രീമാതയിൽ നിന്ന് നകുലി ദേവി രൂപമെടുത്ത്, നകുലി എന്നാൽ പെൺകീരി, നകുലൻ എന്നാൽ ആൺകീരി. ഇപ്പൊ പാമ്പിന്റെ ശത്രുവാണ് കീരി, അല്ലെ? അങ്ങനെ ആ അസുരന്മാരെ ഒക്കെ തന്നെ കാലപുരിക്ക് അയച്ചപ്പോ ദണ്ഡൻ, ബലാഹൻ എന്ന് പറയുന്ന ആ ഭീകര അസുരനെ 7 സേനാനായകന്മാരുമൊത്ത് അയച്ചുവെന്നും 300 അക്ഷൗഹിണികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഈ 7 സേനാനായകന്മാർക്കും ഭയങ്കരമായി ഇരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെന്നാല് ആ ഒരു കികസ എന്ന രാക്ഷസിയുടെ പുത്രന്മാരായിട്ട് ജനിച്ച ഇവരില് യുദ്ധസമയത്ത് സൂര്യൻ അവരുടെ മിഴികളിൽ കുടിയിരുന്നു കൊള്ളാമെന്ന് ചെറുപ്പത്തിൽ തന്നെ സൂര്യനെ തപസ് ചെയ്ത് വരം നേടിയിരുന്നവര്. അങ്ങനെ സൂര്യനെ മിഴികളിൽ ആവാഹിച്ച് യുദ്ധം തുടങ്ങിയപ്പോൾ ദേവിമാർക്ക് മഹാപ്രകാശത്തില് കണ്ണഞ്ചിപ്പോയി. ദേവിമാരുടെ കണ്ണുകളെ പോലും മൂടത്തക്ക വിധമുള്ള പ്രകാശമായിരുന്നു ഇവർക്ക്. യുദ്ധത്തില് ആ ഒരു മേൽക്കോയ്മ നഷ്ടപ്പെടും എന്ന ഘട്ടം വന്നപ്പോൾ പരാശക്തി തിരസ്കരണിക ദേവിയെ സൃഷ്ടിച്ചുവെന്നും ആ ഒരു തമോലിപ്തം എന്ന വിമാനത്തിൽ വന്ന ദേവി അന്ധകാസ്ത്രം പ്രയോഗിച്ചുവെന്നും ലളിത ഉപാഖ്യാനം പറയണു. അപ്പൊ ഈ 7 പേരും തങ്ങളുടെ മിഴികളിൽ അടയ്ക്കാൻ ബാധ്യസ്ഥരായി. ആ അവസരം മുതലാക്കി മറ്റു ദേവിമാര് ഇവരെ വധിക്കുകയായിരുന്നു. തന്റെ കൂട്ടാളികൾ പോയപ്പോ വലാഹന് പിടിച്ചു നിൽക്കാനായില്ല. പുഷ്പം നുള്ളുന്ന പോലെ തിരസ്കരണീ ദേവി അവന്റെ തലയറുത്തു. അങ്ങനെയുള്ള ആ അസുരന്മാരെ വധിക്കാൻ പ്രാപ്തരായ ദേവി ആ ഒരു ദേവിമാരില് ആനന്ദം കൊണ്ടിരിക്കുന്ന പരാശക്തി. അപ്പോ ഈ ദേവികളെല്ലാം തന്നെ എന്താ ആ ഒരു പരാശക്തിയുടെ ധൈര്യത്തില്, ദേവി കൊടുക്കുന്ന ശക്തിയിലാണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. അത്ര ശക്തിയുള്ളതും സ്നേഹമയിയുമാണ് പരാശക്തിയായിരിക്കുന്ന ജഗദംബിക. താത്വികമായിട്ട് നോക്കിയാൽ ഭണ്ഡൻ എന്ന അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ചിത്തവൃത്തികളാണ് ഭണ്ഡസൈന്യം എന്ന് നമുക്ക് കാണാം, അല്ലെ? അപ്പൊ അവരെ നശിപ്പിക്കുന്നതിൽ ഉദ്യുക്തരായിരിക്കുന്ന ജ്ഞാനരൂപങ്ങളായിരിക്കുന്ന ശക്തികളാണ് ദേവീ സൈന്യം എന്ന് നമ്മൾ കാണണം. എങ്കിലേ നമ്മൾക്ക് ഈ ലളിതാ സഹസ്രനാമ പാരായണം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. കാരണം അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ വിജയം, അതാണ് ദേവിയിലൂടെ നമ്മൾ ചൂണ്ടിക്കാണുന്നത്. ദേവി നമുക്ക് കാണിച്ചു തരുന്നത്. പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന ദേവി ഇരിക്കുന്നിടത്ത് അജ്ഞാനം ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോ എല്ലാവരിലും ഈ അജ്ഞാനമുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞാൽ അത് നശിപ്പിക്കാനുള്ള വഴികൾ സുലഭമായിരിക്കും. പക്ഷെ നമ്മളത് കണ്ടെത്തണം. അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? എന്നാൽ അതിന് പൂർണ്ണമായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോ ആ ഒരു എന്താ പറയാ, ഭണ്ഡാസുരനെ അറിയണം. ആ ഒരു ഭണ്ഡൻ ആരാണ്, അല്ലെ? ആ ഭാണ്ഡത്തിൽ നിന്ന്, അതായത് ഭണ്ഡം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് തന്നെ പറയാം, അതിൽ നിന്നുള്ള ഒരു മോചനം, അതായിരിക്കണം നമുക്ക് ഈ നാമങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഉണ്ടാകേണ്ട പ്രയോജനം. അപ്പോ ദേവി തന്റെ സൈന്യത്തില് വളരെയധികം സന്തോഷചിത്തയായിട്ടിരിക്കുന്നു. അപ്പൊ യുദ്ധം ഏകദേശം നമ്മുടെ അടുത്തെത്തി നിൽക്കുകയാണ്, അല്ലെ? അപ്പൊ ഇതിലെല്ലാം ദേവി തന്റെ സൈന്യത്തെയൊക്കെ കണ്ട് സന്തോഷമായിരിക്കുന്ന ദേവി പിന്നെ എന്താണ് അടുത്തത്? നിത്യപരാക്രമാടോപ നിരീക്ഷണ സമുത്സക. 73ാമത്തെ നാമാണ് നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുത്സക. നിത്യ എന്ന് പറഞ്ഞാല് തിഥികളുടെ അധിഷ്ഠാന ദേവതകള്, നിത്യാദേവികള്. പരാക്രമ ആടോപം എന്ന് പറഞ്ഞാൽ പരാക്രമ ബഹളം. നിരീക്ഷണം അതായത് ശ്രദ്ധിക്കല്, സമുത്സുക താല്പര്യമുള്ളവൾ. അപ്പൊ നിത്യാദേവികളുടെ പരാക്രമ ബഹളങ്ങള് നിരീക്ഷിക്കുന്നതില് താല്പര്യമുള്ളവൾ. ഇപ്പൊ പൗർണമിയിലോ അമാവാസിയിലോ പര്യവസാനിക്കുന്ന പ്രഥമ മുതലുള്ള 14 ദിവസങ്ങളാണ് തിഥികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ തിഥികളിൽ ഉണ്ടാകുന്ന സവിശേഷമായിരിക്കുന്ന സൂക്ഷ്മ പ്രാണശക്തിയാണ് ദേവതമാര്. ഈ പ്രാണോർജങ്ങള് ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. പ്രഥമ മുതലുള്ള ഈ ദേവതമാരുടെ പേരുകള് കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, പേരുണ്ട, വന്യവാസിനി, മഹാവിദ്യേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര, അല്ലെ? നമ്മള് ഇത് കണ്ടു. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ അന്തർമുഖമായിരിക്കുന്ന ആത്മജ്ഞാന കൊണ്ട് അധികരിക്കുന്ന വീരപരാക്രമം, അതായത്
നിത്യപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക, അതാണ് ഈ നാമം അല്ലെ. ഓരോ ജീവന്റെയും വീര്യവും ജ്ഞാനവും ജീവനിൽ ഇരുന്നു കൊണ്ട് ദേവി നിരീക്ഷിച്ചറിയുന്നു എന്നർത്ഥം. അപ്പൊ ആസുരിക ശക്തികളെ നശിപ്പിക്കാനുള്ള ദൈവീക ശക്തികളായിരിക്കുന്ന നിത്യകളുടെ ആനന്ദം ദേവിയുടെ ആത്മാനന്ദമാണ് എന്നർത്ഥം. അപ്പൊ നിത്യമായ പരാക്രമത്തോടു കൂടിയ അല്ലെ ആ ഒരു ആടോപ നിരീക്ഷണത്താൽ സമ്യക്കായിട്ട് ഉത്സുകത പൂണ്ടവൾ. നിത്യ എന്നാലും നമുക്ക് സമുദ്രം എന്നൊരർത്ഥമുണ്ട്. മുമ്പേ വസിക്കുന്ന, ആവശ്യമുള്ള എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഇനി ആടോപമ എന്ന് പറഞ്ഞാല് ആത്മാഭിമാനം, പ്രതാപം, അഹങ്കാരം എന്നൊക്കെ നമുക്ക്, സമുത്സുക എന്ന് പറഞ്ഞാൽ വ്യഗ്രതയോടെ എന്നൊക്കെ അർത്ഥങ്ങൾ എടുക്കാം. ഇനി ഈ രീതിയിൽ അർത്ഥം പറയുകയാണെങ്കിൽ സ്വയം ഭരണാധികാരിയായിരിക്കുന്ന വീര്യം, ആത്മാഭിമാനത്തെ ജാഗ്രതാക്കുന്നതിന് വ്യഗ്രതയോടെ ഇരിക്കുകയാണ്. മനുഷ്യർക്ക് ആവശ്യം വേണ്ട വന്ന ഒരു ഗുണമാണ് ആത്മാഭിമാനം അല്ലെ. അഹങ്കാരത്തിന് ആത്മാഭിമാനത്തിനും ഇടയ്ക്കുള്ള മതില് വളരെ ചെറുതാണ് അല്ലെ, വളരെ ലോലമാണ്. ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യമല്ലത്. എന്നാൽ തന്നെ നിരീക്ഷിക്കുന്ന വ്യക്തിക്ക് അത് സാധ്യമാകും. എന്താണ് പരാശക്തി നിത്യവും ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചാല് തന്നെ വഴുതിപ്പോകാൻ ഇടയുള്ള മനസ്സിനെയാണ് അമ്മ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ഥായിയായ വീര്യം വേണമെങ്കിൽ ഈ നിരീക്ഷണ പാഠവും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ തനിക്കും മറ്റുള്ളവർക്കും ഈ സംസാര സാഗരത്തില് ഓട്ടം തട്ടാതെ ഒഴുകാൻ സാധിക്കുകയുള്ളൂ. ഇനി കഥയിൽ പറയുകയാണെങ്കിൽ നിത്യാദേവികളെ കുറിച്ചാണ് നമ്മൾ കണ്ടു. പരാക്രമത്തില് സന്തോഷത്തോടുകൂടി ആടോപയായിട്ടിരിക്കുന്നവൾ നിത്യാദേവികളിൽ നിരീക്ഷിക്കുന്നതിൽ സമ്യക്കായിട്ട് ഉത്സുകയുള്ളവൾ എന്ന് നമുക്ക് കണ്ടു അല്ലെ. നിത്യാദേവികൾ ചന്ദ്രന്റെ പിറവി മുതൽ പൗർണമി വരെയുള്ള വളർച്ചയുടെ ദിനങ്ങളാണ് തിഥിനിത്യകള്. അപ്പൊ അങ്ങനെയുള്ള തിഥിനിത്യ ദേവതമാരെയാണ് നമ്മൾ നിത്യ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. മൊത്തം നമ്മള് ആ ഒരു 15 നിത്യാദേവികളെ കണ്ടു ഇല്ലേ. അപ്പൊ ഇതില് ജ്വാലാമാലിനി കഴിഞ്ഞ് ചിദ്രൂപ, ഇതിൽ ചിദ്രൂപ, ശിവദൂതി ഇവർക്ക് അപരനാമങ്ങളുണ്ട്. അതായത് രൗദ്രി എന്ന് ശിവദൂതിയും ചിത്ര എന്ന് ചിദ്രൂപയും പറയാറുണ്ട്. അപ്പൊ ചന്ദ്രക്കല തിളങ്ങുന്നത് മുതൽ തിളങ്ങുന്നത് മുതൽ 15ാമത്തെ നാളിലാണ് പൂർണ്ണചന്ദ്രനെ നമ്മൾ ആകാശത്ത് ദർശിക്കുന്നത് അല്ലെ. അതുപോലെ തിരിച്ച് 15ാമത്തെ നാള് അമാവാസിയാണ്. അപ്പൊ 16ാമത്തെ നാൾ മുതൽ വീണ്ടും പ്രഥമ തുടങ്ങുകയാണ്. ചിലപ്പോ 16ാമത്തെ നാളില് ചന്ദ്രപിറവി കണ്ടില്ല എന്നും വരാം. അമാവാസി പോലെ ഇരിക്കും. ഇതിനെയാണ് നമ്മള് ഷോഡശ തിഥി എന്നറിയുന്നത്, പറയപ്പെടുന്നത്. ചന്ദ്രദർശനം ഇങ്ങനെ ആയതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ആ ഒരു ബലി പെരുന്നാള് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കാത്തത്. ഈ തിഥിനിത്യ ദേവികളാണ് ഭണ്ഡ സൈന്യത്തിലെ പ്രധാനമായ ആ ഒരു എന്താ പറയാ ചന്ദ്രരുബ്ധൻ, ഗമനകൻ, സൂര്യശോഷൻ തുടങ്ങിയിട്ടുള്ള 15 അസുരന്മാരെ വധിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ നാമത്തില് തന്റെ ശക്തിയെ, ആ ഒരു ശക്തി സൈന്യത്തിലെ ഓരോ ദേവതമാരുടെയും പരാക്രമം നിരീക്ഷിക്കാൻ ദേവി ഉത്സുകയായിട്ടിരിക്കുകയാണ്. ദേവി സമർത്ഥനായ ഒരു ഭരണാധികാരിയാണെന്ന് അർത്ഥം. ദേഹത്തിലായാലും പുറത്തായാലും സമർത്ഥയായ ഭരണാധികാരി എങ്ങനെ ഇരിക്കണം എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ പരാശക്തി. അപ്പൊ ഈ നാമശ്രവണം കൊണ്ട് നമ്മൾ നമ്മുടെ ആത്മാഭിമാനത്തെ തിരിച്ചറിയണം. ആ ഒരു സന്ദേശം കൂടെ ഈ നാമത്തില് ഉണ്ട്. അപ്പോ അടുത്ത 74ാമത്തെ നാമം വളരെ മനോഹരമായിരിക്കുന്ന ദേവിയുടെ പുത്രിയാണ് ഇനി വരാൻ പോകുന്നത്. ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിത. ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലവിക്രമ നന്ദിത. അപ്പൊ നന്ദിത എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവൾ. ഭണ്ഡന്റെ പുത്രന്മാരെ വധിക്കാൻ ഉദ്യമിച്ച ബാലാദേവിയുടെ, അതായത് ബാലാശക്തിയുടെ വിക്രമത്തില് സന്തോഷിച്ചവൾ. അപ്പൊ പണ്ഡപുത്രന്മാര് രണ്ടുപേരാണ്. പണ്ഡന്റെ സഹോദരന്മാരാണെന്ന് പറയാറുണ്ട് ഇവര്, വിഷങ്കനും വിശുക്രനും അല്ലെ. പണ്ഡന് 30 പുത്രന്മാരുണ്ടെന്ന് നമുക്ക് ലളിതോപാഖ്യാനം പറയുന്നുണ്ട്. അപ്പോ എന്തായാലും പണ്ഡപുത്രന്മാരെ വധിക്കാനായിട്ട് ബാലാദേവി വരികയാണ് അടുത്തത്. കാരണം ബാലാദേവി നമുക്കറിയാം, ബാല മന്ത്രത്തെ കുറിച്ചറിയാം. വളരെ വളരെ ബേസിക് ആയിട്ട് ശ്രീവിദ്യ ഉപാസനയില് ബാല എന്ന് പറഞ്ഞാല് ബാലയിലാണ് തുടക്കം. അപ്പോ ആ ഭണ്ഡാസുര പുത്രന്മാരെ വധിക്കാൻ ഒരുമ്പെട്ട് വന്നിരിക്കുന്ന ബാലയുടെ വിക്രമം കണ്ട് ദേവി ആനന്ദിക്കുന്നു. അപ്പൊ പണ്ഡപുത്രന്മാരെ വധിക്കാൻ ഉദ്യുക്തയായിരിക്കുന്ന ബാല ഇല്ലേ.
അപ്പോ കഴിഞ്ഞ നാമത്തില് നമ്മൾ നിത്യപരാക്രമോടൊപ്പ നിരീക്ഷണ സമുത്സുകയായിരുന്നു ദേവി. ഇപ്പോഴോ ഭണ്ഡപുത്രന്മാരുടെ വധത്തിന് ഉദ്യുക്തിയായിരിക്കുന്ന ബാലാപരമേശ്വരിയുടെ വിക്രമത്താൽ നന്ദിതയായിരിക്കുന്ന ദേവിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ന്യൂനീകരിക്കപ്പെട്ട ഭണ്ഡ ആ ഒരു ഭണ്ഡത്തെ നിഗ്രഹിക്കാനായിട്ട് നേരത്തെ തന്നെയുള്ള സ്ഥിരതയോടുകൂടി ഉല്ലസിക്കുന്ന ഭാവമാണ് ബാലയുടേതെന്ന് വാച്യാർത്ഥം. അപ്പൊ ആത്മാഭിമാനത്തോടു കൂടിയുള്ള ആ ഭാവം ഭണ്ഡനെ ന്യൂനീകരിച്ചിട്ടാണ് ഉന്മൂലനം ചെയ്യാൻ സന്നദ്ധമായിട്ടിരിക്കുന്നത്. അജ്ഞാനത്തെ ഒരു സുപ്രഭാതത്തിൽ ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ ന്യൂനീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടേ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. ഇതിന് ഒറ്റ മാർഗേ ഉള്ളൂ, അത് ജ്ഞാന സമ്പാദനമാണ്, അല്ലെ? അറിവ് നേടുക, അജ്ഞാനത്തെ നിശേഷം ഇല്ലാതാക്കുക, എങ്കിലേ അജ്ഞാനം പൂർണ്ണമായിട്ട് നശിക്കുകയുള്ളൂ. ഇനി കഥാതലത്തില് ഭണ്ഡന്റെ പുത്രന്മാരെ ഇല്ലാതാക്കാൻ നിയുക്തമാക്കപ്പെട്ടവൾ ഇപ്പൊ ബാലാദേവിയുടെ വിക്രമത്തില് അമ്മയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരി ഉല്ലസിക്കുന്നു. ഇപ്പൊ ദേവി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന പരാശക്തി, അല്ലെ? ഇപ്പൊ ഭണ്ഡന് 30 മക്കളുണ്ട്. ചിലതിൽ നമ്മളിപ്പോ 2 മക്കള് വിഷങ്കൻ വിശുക്രൻ, ചിലതിൽ സഹോദരന്മാരായിട്ടാണ് പറയുന്നത്. സാധാരണ ലളിതോപാഖ്യാനത്തില് ഭണ്ഡന് 30 മക്കളാണ് ഉള്ളതെന്ന് പറയുന്നു. 30 പുത്രന്മാർക്കും ഒരു വിചിത്രമായിരിക്കുന്ന വരം ഉണ്ടായിരുന്നു. എന്താണത്? അത്യന്തം നിഷ്കളങ്കമായിരിക്കുന്ന സൃഷ്ടിയാൽ മാത്രമേ അവർക്ക് വധിക്കപ്പെടാൻ പാടുള്ളൂ എന്നാണ് ആ വരം. നൽകിയതാരാണ്? നമുക്കറിയാം, ബ്രഹ്മാവാണ്, അല്ലെ? ഇപ്പൊ പ്രകൃതിയിൽ ജീവിക്കുന്ന ഏത് ജീവിയും പ്രകൃതിയുടെ ഗുണങ്ങളാൽ മലിനമാണ്. അപ്പോ അത് വ്യക്തമായിട്ട് അറിയുന്ന ഭണ്ഡപുത്രന്മാര് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വരം കരസ്ഥമാക്കിയത്. പക്ഷെ കുഞ്ഞുങ്ങളെ പ്രകൃതിയുടെ ആ ഭാവത്തിൽ നിന്ന് തീർത്തും മുക്തരാണെന്ന് മറന്നുപോയിരുന്നു ഭണ്ഡപുത്രന്മാര്. അത് തന്നെ അവർക്ക് വിനാശമായിട്ട് തീർന്നു. തന്നിൽ നിന്ന് തന്നെ ഒരു കോമള ബാലികയെ സൃഷ്ടിച്ച പരിഹാരം കണ്ടു ജഗജ്ജനനിയായിരിക്കുന്ന അമ്മ പരാശക്തി. അമ്മയ്ക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഇല്ല, അല്ലെ? 5 വയസ്സുള്ള അതീവ ലാവണ്യവതിയായിരിക്കുന്ന ബാലാദേവി അങ്ങനെയാണ് അവതരിക്കുന്നത്. ആ ബാലാദേവി ഭണ്ഡപുത്രന്മാരെ വധിക്കാനായിട്ട് പുറപ്പെടുകയാണ്. തന്റെ കുഞ്ഞിന്റെ വിക്രമം കണ്ട് ആനന്ദിച്ചിരിക്കുകയാണ് മഹാദേവി. ആ ഒരു നാരായണ ചക്രം കൊണ്ടാണ് ആ ബാലികയെ ദേവി ഭണ്ഡപുത്രന്മാരെ വധിപ്പിക്കുന്നത്. ആ തനിക്ക് പോകുന്നവരോട് മാത്രം യുദ്ധം ചെയ്യുന്ന ഭണ്ഡപുത്രന്മാർക്ക് ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ പ്രാപ്തിയോ ഉണ്ടായിരുന്നില്ല. ഇനി താത്വികമായിട്ട് പറഞ്ഞാല് ഭണ്ഡൻ എന്ന കോമാളിയുടെ ചരട് വലിക്കനുസരിച്ച് ഇളകുന്ന ആ ഒരു 30 തത്വങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് എന്ന് നമുക്ക് കാണാം. ആ 30 തത്വങ്ങളും ഭണ്ഡന്റെ ആജ്ഞയ്ക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ നാമങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കത് വളരെ എന്താ പറയാ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അതെന്ന്. നിയതി, വിദ്യ, രാഗം, കല, മായ, പുരുഷം, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, പ്രകൃതി, ശ്രുതം, ധ്വജം, ചക്ഷു, ജിഹ്വ, ഘ്രാണം, വാക്, പാണി, പാദം, പായു, ഉപസ്ഥം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ആകാശം, വായു, വഗ്നി, ജലം, പൃഥ്വി. ഇങ്ങനെയാണ് 30 തത്വങ്ങൾ. ഇതിനെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം ചേർന്നിട്ടാണ് ആ 30 തത്വങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവയുടെ കൂടെ ആ ഒരു ശിവം, ഇച്ഛ, ജ്ഞാന, ക്രിയ, ഇല്ലേ? ശിവം, ഈശ്വരൻ, ശുദ്ധവിദ്യ, കാലം, ഇതെല്ലാം ഈ 6 തത്വങ്ങളും കൂടെ ചേർന്ന് മനുഷ്യരൂപം എടുക്കണു. ഒരു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ 36 തത്വങ്ങളാൽ നിർമ്മിതമാണ്. ആ അവസാനത്തെ 6 തത്വങ്ങൾ ഉപാധികളാണെന്ന് അറിയണം. ഒന്നിനായി കൊണ്ടുള്ള ഉപാധി ആയതുകൊണ്ട് തന്നെ അത് ശുദ്ധവും ച്യുതി സംഭവിക്കാത്തതുമാണ്. ആ മറ്റുള്ളവയെല്ലാം അജ്ഞാനം കൊണ്ട് ച്യുതി സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് 30 തത്വങ്ങളും ഭണ്ഡപുത്രന്മാരായിട്ട് മാറുന്നത്. നമുക്കറിയാം 6 ശുദ്ധ തത്വങ്ങളാണല്ലേ നമ്മുടെ 36 തത്വങ്ങളിലുള്ളത്. അപ്പൊ അവയാണ് ഭണ്ഡനെ സ്നേഹിച്ച് അവന്റെ ചരടുവലിയിൽ കറങ്ങുന്നത്. അപ്പൊ അവയെ നശിപ്പിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? നിർമ്മലമായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ഒരു മനസ്സാണ്. അത് പൂർണ്ണമായിട്ടുള്ളത് ഒരു ശിശുവിൽ മാത്രമാണ്. അങ്ങനെ ആ ഒരു നിർമ്മലതയിലൂടെയാണ് നമ്മൾ മറ്റെല്ലാം നേടേണ്ടത്. അപ്പൊ നാരായണ ചക്രം എന്നത് സുദർശന ചക്രം തന്നെയാണ്. നല്ല ദർശനങ്ങളിലൂടെ മാത്രമേ നമുക്ക് നാരായണ ചക്രത്തെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ.
ആ ദർശനത്തിലൂടെ മാത്രമേ തത്വങ്ങളിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ഉദിച്ചു ഉയരുന്ന സൂര്യൻ ബാലസൂര്യനായിട്ടാണ് പിന്നെ തീഷ്ണതയുള്ള ഊർജഭാവമായിട്ട് മാറുന്നത്. ശിശുരൂപിണിയായിരിക്കുന്ന ബാലാദേവി, ആ ദേവിയുടെ രംഗപ്രവേശം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പോ ആ ഒരു ശുദ്ധി അശുദ്ധി എല്ലാം ഒഴിഞ്ഞ ശുദ്ധമായ മനസ്സിൽ മാത്രമേ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജ്ഞാനം ഉദിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ അജ്ഞാനികളായിരിക്കുന്ന 30 ഭണ്ഡപുത്രന്മാരെ വധിക്കാനായിട്ട് സാക്ഷാൽ ദേവി ലളിതാ പരമേശ്വരിയുടെ പുത്രിയായിരിക്കുന്ന ബാലാപരമേശ്വരി യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. യുദ്ധത്തിന് ആ 30 ഭണ്ഡപുത്രന്മാരെയും ബാലാദേവി വധിക്കുന്നുണ്ട് അല്ലെ. നമുക്കതിനി കാണാം. അപ്പോ അടുത്ത നാമം എന്ന് പറയുന്നത് 75-ാമത്തെ നാമമാണ്. മന്ത്രിണ്യംബ വിരചിത വിഷംഗവധ തോഷിത. മന്ത്രിണി അംബ വിരചിത വിഷംഗവധ തോഷിത. മന്ത്രിണ്യംബ എന്ന് പറഞ്ഞാൽ മന്ത്രിണി എന്ന അമ്മ, അതായത് ദേവീ ശക്തി. വിരചിത വിരചിച്ച, അതായത് ഉണ്ടാക്കിയ. വിഷംഗൻ ഭണ്ഡന്റെ ഇടതു തോളിൽ നിന്നുണ്ടായ വിഷംഗാസുരനെയാണ് വിഷംഗൻ എന്ന് പറയുന്നത്. തോഷിത എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പവൾ. വധം എന്ന് പറഞ്ഞാൽ നിശ്ചലമാക്കൽ. മന്ത്രിണീ ശക്തി ചെയ്ത വിഷംഗവധത്തില് സന്തോഷത്തോടെ ഇരിക്കുന്ന ദേവി. വിഷംഗൻ എന്ന് പറഞ്ഞാല് അംഗങ്ങളാകെ വ്യാപിക്കുന്ന സംസാര വിഷം അല്ലെ. സംസാര വിഷം എന്താ? ഇവിടെ ജനിച്ചവർക്കെല്ലാം ബാധിക്കുന്ന ഒരു വിഷമാണ് ഈ ലൗകിക, ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സംസാര വിഷം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇത്യാദികളാകുന്ന വിഷം. നമ്മളെ ഷഡാധാരങ്ങളെയും ബാധിച്ചിരിക്കുന്ന 6 വിഷങ്ങള് അല്ലെ, ഷഡൂർമികള്. ഇതിനെയാണ് നമ്മൾ ആധാരചക്രങ്ങള് ഈ ഓരോ ദേവതയും വെച്ച് ജപിക്കാൻ കാരണം, അവിടെ ശുദ്ധമാകാൻ. അപ്പൊ മന്ത്രസാധനകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അപ്പൊ മന്ത്രിണി, മന്ത്രജപം കൊണ്ടുണ്ടാകുന്ന ശക്തിയാണ് നമ്മൾ കണ്ടു. എന്താണ് മന്ത്രിണി? അപ്പോ ആ ഒരു വിശുക്രൻ എന്ന് പറയുന്ന ഭണ്ഡാസുരന്റെ സഹോദരനെ മന്ത്രിണ്യംബ വധിച്ചതില് സന്തോഷത്തോടു കൂടിയിരിക്കുന്നവൾ. രുദ്രനിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം അസുര സൃഷ്ടി നടത്താൻ വരം നേടിയ ഭണ്ഡൻ തന്റെ ഇടതു തോളിൽ നിന്ന് വിഷംഗൻ, വലതു തോളിൽ നിന്ന് വിശുക്രൻ എന്നിവരെ ഉണ്ടാക്കിയെന്ന് ലളിതോപാഖ്യാനം. വിഷമയമായിരിക്കുന്ന അംഗത്തോടു കൂടിയവനാണ് വിഷംഗൻ. അപ്പൊ വിപരീത ബുദ്ധി, അതായത് ഇന്ദ്രിയങ്ങളെ മാർഗഭ്രംശം വരുത്തി വിഷയസുഖങ്ങൾക്ക് വേണ്ടി അധർമ്മ മാർഗത്തിലൂടെ സഞ്ചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തി. അപ്പൊ മന്ത്രിണി ദേവിയാണ് ഈ അസുരനെ വധിക്കുന്നത്. അപ്പോ കഴിഞ്ഞ നാമത്തില് നമ്മൾ ബാലാദേവി ഭണ്ഡപുത്രന്മാരെ വധിച്ചു കഴിഞ്ഞു ഇല്ലേ. അപ്പൊ ഈ നാമത്തില് ആ ഒരു ഭണ്ഡന്റെ സഹോദരനായിരിക്കുന്ന വിഷംഗന്റെ മൃത്യുവാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മോഹിപ്പിക്കുന്ന പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങളെ ആ ഒരു നശിപ്പിക്കുന്ന ഭാവമാണ് ഇതിലൂടെ നമ്മൾ അറിയേണ്ടത്. ജ്ഞാനത്താൽ നേടുന്നതാണ് ശക്തി അല്ലെ. അപ്പൊ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ലൗകിക ആസക്തികൾ തന്നെയാണ്. അപ്പൊ ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു ആ ഗുണത്തില് നാം പെട്ടുപോകുമ്പോൾ അത് തന്നെ നമ്മളെ ലൗകികത നിറയ്ക്കണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങള് എല്ലാം ലൗകികം തന്നെയാണ്. പ്രകൃതിയുമായിട്ട് സംഘം ചെയ്യുന്നത് ഈ ഗുണങ്ങളിലൂടെയാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് ജ്ഞാനം നേടുമ്പോൾ മാത്രമാണ് ഈ വിഷയാസക്തികൾ നമ്മളെ വിട്ടുപോകുന്നത്. അപ്പോ നമുക്ക് വല്ലാത്ത ഒരു തൃപ്തി അനുഭവപ്പെടും. വാൽമീകി മഹർഷി ലൗകിക മുക്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ മര എന്നുള്ള നാമത്തിൽ നിന്ന് രാമനിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു മന്ത്രിണി പ്രകൃതിയാൽ വിരചിക്കപ്പെട്ട ആ വിഷംഗന്റെ വധത്തില് പോഷിക്കുന്നവൾ. അപ്പൊ ഭണ്ഡാസുരൻ ഇരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന 2 സഹോദരന്മാരാണ് വിഷംഗനും വിശുക്രനും. അപ്പൊ 2 സഹോദരന്മാരെയും ഒരു സഹോദരിയും ഭണ്ഡൻ സ്വയം സൃഷ്ടിക്കുകയായിരുന്നു. വിഷംഗൻ ഇടത്തെ തോളിൽ നിന്നും വിശുക്രൻ വലത്തെ തോളിൽ നിന്നും സഹോദരിയായിരിക്കുന്ന ധൂമിനി ഗ്രീവത്തിൽ നിന്നുമാണ് പിറവിയെടുത്തിരിക്കുന്നത്. അപ്പൊ യുദ്ധസമയത്ത് ഈ സഹോദരി ആദ്യം തന്നെ യുദ്ധത്തിനിറങ്ങുകയും ശക്തി സൈന്യങ്ങളോട് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. പക്ഷെ വാരാഹി ദേവിയാൽ ആ ധൂമിനി ദേവി വധിക്കപ്പെട്ടു. അപ്പോഴും അടുത്തുള്ളത് ഈ വിഷംഗനാണ്. അപ്പൊ ഇദ്ദേഹത്തെ വധിക്കുന്നത് മന്ത്രിണി ദേവിയാണ്, അതായത് ശ്യാമളാ ദേവി. അപ്പൊ ഗേയചക്ര രഥാരൂഢ
ഇക്ഷു കോദണ്ഡ ഹസ്തയായിരിക്കുന്ന മന്ത്രിണി ദേവി വിഷങ്കനെ വധിക്കാനായിട്ട് എത്തി. അപ്പൊ ധൂമിനി വധം നടന്ന് സംസാരശേഷി നശിച്ച് ആ ഒരു വിഷങ്കൻ വീണപ്പോ ഒരു കൈ തളർന്നവനെ പോലെ ആയി തീർന്നു ഭണ്ഡാസുരൻ. കാരണം ഭണ്ഡൻ എന്ന അജ്ഞാനം ഇങ്ങനെയുള്ള ലൗകികതയുടെ ആ ഒരു ബലത്തിലായിരുന്നു വിരാജിച്ചിരുന്നത്. മരണം വരെ ജീവനോട് ചേർന്നിരിക്കുന്ന ആണവ അഹങ്കാരമായിരിക്കുന്ന ഭണ്ഡനെ നയിക്കുന്നതിലെ വിഷങ്കൻ നമ്മുടെ ആ വിഷയാസക്തികൾ തന്നെയാണ്. അപ്പോ ആ ഒരു ഭണ്ഡം മൂലമുണ്ടാകുന്ന ദേഹാഭിമാനത്തെ നശിപ്പിക്കുന്ന ചിത്തവൃത്തികളെയാണ് മന്ത്രസ്വരൂപിണിയായിരിക്കുന്ന മാതംഗി ദേവി. 7 നിലകളുള്ള ഗേയചക്രത്തിൽ ആരൂഢയായി മനസ്സിന്റെ കടിഞ്ഞാണ് കയ്യിലുള്ള ദേവിക്ക് മാത്രമേ വിഷങ്കനെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. വിഷയാസക്തികളെ നമ്മളിൽ നിന്ന് അകറ്റി നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ആത്മബോധത്തെ ഉണർത്തി വെളിപ്പെടുത്താനാണ് മന്ത്രസ്വരൂപിണിയായിരിക്കുന്ന മന്ത്രിണി ദേവി നമ്മുടെ ഉള്ളില് മന്ത്രസ്വരൂപമായിട്ട് കുടിയിരിക്കുന്നത്. അപ്പൊ മനുഷ്യന് ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആ ഒരു മന്ത്രജപം നിത്യാനുഷ്ഠാനമായിട്ട് കൈക്കൊള്ളണം. നമ്മുടെ പുരാണങ്ങള് നമ്മളെ ഇന്നും നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു എന്താ പറയാ നാമവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തി അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് അതിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. അല്ലെ? നമ്മൾ പുരാണങ്ങളിലിരിക്കുന്ന കഥകൾ വെറും കഥകളല്ല, അത് ഇപ്പോ ഇവിടെ നടക്കുന്ന കഥകൾ തന്നെയാണ്. അപ്പോ ആ ഒരു എന്താ പറയാ വി എന്നുള്ള അക്ഷരം വാ എന്ന ബീജാക്ഷരത്തെ കാണിക്കണം. അല്ലെ? ആ ബീജാക്ഷരം സാധനെ ദുഷ്ചിന്തകളിൽ നിന്ന് മുക്തി തരും. തത്ഫലമായിട്ട് അതീന്ദ്രിയ ജ്ഞാനം കൈവരും. ആസക്തികളെ അറിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ മുക്തി നേടണം. അല്ലെ? ഈ ജപങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കാനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭണ്ഡാസുര വധം, അതായത് ലാസ്റ്റില് ഭണ്ഡാസുരനെ കൊല്ലുന്നത് വരെ ഓരോ നാമവും നമുക്ക് അതാണ് കാണിച്ചു തരുന്നത്. അടുത്തത് 76ാമത്തെ നാമമാണ് വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത. ഓരോരുത്തര് എന്തൊക്കെയാണ് ആരെയൊക്കെയാണ് കൊല്ലുന്നെന്നുമാണ് പറഞ്ഞു വരുന്നത്. വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത. വിശുക്രൻ ഭണ്ഡന്റെ വലതു തോളിൽ നിന്നുണ്ടായ അസുരൻ. അപ്പൊ പ്രാണഹരണം എന്ന് പറഞ്ഞാൽ നിർവീര്യമാക്കൽ എന്ന് പറഞ്ഞാൽ വധം. വാരാഹി ശക്തിയായിരിക്കുന്ന ദേവി. അല്ലെ? നമ്മൾ കണ്ടു സൈന്യാധിപയാണ് അമ്മ. അല്ലെ? വീര്യം ശക്തി. നന്ദിത എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പവൾ. വിശുക്രന്റെ പ്രാണനെ ഹരിക്കുന്ന വാരാഹി ശക്തിയുടെ വീര്യത്തില് ആനന്ദിക്കുന്നവൾ. വിശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രത്തിൽ, അതായത് ശുക്ലത്തിൽ നിറഞ്ഞ അടുത്ത ജന്മത്തിലേക്ക് വരുന്നത്. ആഗ്രഹം എന്തൊക്കെയാ അടുത്ത ജന്മത്തിൽ നമ്മളെ അടുത്ത ജന്മത്തിന് കാരണമായിട്ട് തീരുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കർമ്മഫലങ്ങളും. അല്ലെ? ഇത് രണ്ടും ചേരുന്നതിനെയാണ് നമ്മള് വാസന, അല്ലെ? വാസനാമയ ശരീരം, അല്ലെ? കാരണ ശരീരം എന്നൊരു ശരീരമുണ്ട് നമുക്ക്. അപ്പോ അടുത്ത ജന്മത്തിന് കാരണമാകുന്നത് ആരാ? ഈ വിശുക്രനാണ്. അതായത് ശുക്ലം അല്ലെങ്കിൽ ബീജം, അതുവഴിയാണ് അടുത്ത ജന്മം രൂപം കൊള്ളുന്നത്. മനസ്സിന്റെ നിശ്ചലത്വമാണ് വാരാഹി ശക്തി എന്ന് പറയുന്നത്. അതായത് ധ്യാനാവസ്ഥ. ധ്യാനാവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകണം. ഇല്ലേ? ആഗ്രഹങ്ങളാണ് കർമ്മങ്ങൾക്ക് കാരണം. ആഗ്രഹങ്ങളും കർമ്മങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എന്താ ജന്മമുണ്ടോ? ഇല്ല. അപ്പോ വാരാഹി ദേവി ചെയ്യുന്നത് എന്താണ്? വിശുക്രനെ വാരാഹി ദേവി വധിച്ചു. ഭണ്ഡന്റെ ആ ഒരു സേനാധിപനായിരുന്ന വിശുക്രനെ വാരാഹി ദേവി വധിച്ചു കഴിഞ്ഞു. അല്ലെ? വിശുക്രം അതായത് വിരോധമായിരിക്കുന്ന പ്രകാശം. അപ്പോ വിപരീത ഗതിയിൽ പ്രവർത്തിക്കുന്ന ആത്മശക്തി. അപ്പൊ ശുക്ക് എന്ന് പറഞ്ഞ ശോകം. അപ്പൊ ആ ദുഷ്കർമ്മശക്തിയെ ദേവിയുടെ ക്രിയാശക്തിയായിരിക്കുന്ന വാരാഹി ദേവി വധിക്കുന്നു. അപ്പൊ ബാലാദേവി അവതരിച്ച് 3 മലങ്ങളെയും നശിപ്പിച്ച് ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ മന്ത്രിണിയായിട്ട് അവതരിച്ച സദാ തുണയായിട്ട് ആ ഒരു മന്ത്ര ഉപദേശം കൊണ്ട് തന്നെ മനസ്സും ബുദ്ധിയും അചഞ്ചലവും ഏകാഗ്രവുമായി പവിത്രവുമാക്കി ശുദ്ധമായ ജ്ഞാനശക്തിയെ പ്രദാനം ചെയ്യണമെന്ന് നമ്മൾ ഈ നാമങ്ങളിലൂടെ മനസ്സിലാക്കണം. ദണ്ഡനാഥയായിരിക്കുന്ന വാരാഹി ആ ഒരു ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി മുറയായിട്ട് കർമ്മങ്ങൾ നിർവഹിച്ച് കടമകൾ നിറവേറ്റി ബലവും സംസാരത്തിൽ വൈരാഗ്യവും സംയമനവും നമുക്ക് തരുന്നു. ശരിക്കും ഇതിനെ നമുക്ക് ഉപാസന കാണ്ഡമെന്ന് പറയാം. കാരണം എങ്ങനെയാണ് ഉപാസന ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ വിശുക്രന്റെ പ്രാണനെ ഹരിച്ച വാരാഹിയുടെ വീര്യത്തില് അമ്മ വളരെയധികം സന്തുഷ്ടയായി. അപ്പൊ ഈ വിശുക്രൻ എന്ന പദത്തിന് നമുക്ക് ഇരുട്ട്, അശുദ്ധി, മദ്യം എന്നൊക്കെ നമുക്ക് അർത്ഥമെടുക്കാൻ വേണമെങ്കിൽ.
അപ്പൊ വാരാഹി എന്ന പദത്തിന് പെൺപന്നി, നമ്മൾ പല അർത്ഥങ്ങൾ കണ്ടു. ഭൂമി, ചേന എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ തൊട്ടു മുന്നില് ആ ഒരു മന്ത്രണ്യമ്പ വിരചിത വിഷംഗവധ നാമമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അടുത്ത പടി എന്താണ്? അശുദ്ധി, അതായത് അതിന്റെ ഉന്മൂലനമാണ്, ഇല്ലേ? ആ അത് ശരിക്കും പറഞ്ഞാല് അശുദ്ധി ബാഹ്യമല്ല, അത് വളരെ ആന്തരികമാണ്. നമുക്കൊരിക്കലും അത് കാണാൻ പറ്റില്ല. പരിസ്ഥിതികളുമായിട്ട് ചേരുമ്പോൾ വ്യക്തികളുടെ ഉള്ളില് ഉടലെടുക്കുന്ന മലിനമായിട്ടുള്ള ഒരു ചിത്തവൃത്തിയാണ് അശുദ്ധി. അപ്പൊ ഭണ്ഡൻ എന്നാൽ എന്താ? തന്നെ ആ ഒരു മനുഷ്യനിലുള്ള ആണവമലം, അതായത് അഹന്ത, അതിനെയാണ് നമ്മളിപ്പോ ഭണ്ഡൻ എന്ന് കണ്ടു, ഇല്ലേ? അപ്പൊ ആണവമലത്തെ ഉദ്ദീപിക്കുന്നതാണ് ഈ പറഞ്ഞ വിശുക്രനും വിഷംഗവും, ഇല്ലേ? ധൂമിനിയൊക്കെ, രണ്ട് സഹോദരനും ഒരു സഹോദരി. അപ്പൊ ആ ഒരു വിശുക്രത്തെ നശിപ്പിക്കാൻ പഞ്ചേന്ദ്രിയങ്ങളുടെ അധിപയായിരിക്കുന്ന വാരാഹി ദേവിയാണ് ചുമതലപ്പെടുത്തിയത് ദേവി, അല്ലെ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് യുക്തമായ ഉപയോഗത്തിലൂടെ മാത്രമേ വിഷങ്കനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. അപ്പൊ പ്രാണനിലെ ഇരുട്ടിനെ ഭൂമിയുടെ തേജസ്സാൽ ഹനിച്ച് സന്തോഷിക്കുന്നവളാണ് ശക്തി. അപ്പൊ പ്രാണന്റെ ഇരുട്ട് മാറാൻ എന്താ വേണ്ടത്? ഭൂമിയുടെ ആ ഒരു പ്രഭാവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ പുരാണ കഥകൾ നോക്കിയാല് മറ്റു ലോകങ്ങളിലുള്ളവർക്ക് പോലും ഭൂമിയിൽ വെച്ചിട്ടാണ് മോക്ഷവും മുക്തിയും ലഭിക്കുന്നത്, അല്ലെ? സ്വർഗവാസികൾ പോലും മോഹിതരാകുന്നത് ഭൂമിയിലാണ്. അങ്ങനെയുള്ള ഭൂമിയിൽ വെച്ച് മാത്രമേ മനുഷ്യന് തന്നെ തന്നെ ശുദ്ധീകരിക്കാൻ സാധ്യമാകൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഈ ഭൂമിയിൽ കിട്ടുന്ന മനുഷ്യജന്മമാണ് ഏറ്റവും ഉയർന്ന ജന്മമെന്ന് അർത്ഥം. ഇപ്പൊ ഹിരണ്യാക്ഷനാൽ അപഹരിക്കപ്പെട്ട ഭൂമി അതിന് ഉദാഹരണമാണ്. ലൗകികതയിൽ മാത്രം ഭ്രമിക്കുന്നവനാണ് ഹിരണ്യാക്ഷൻ, അല്ലെ? ആ ഹിരണ്യാക്ഷൻ ഭൂമിയെ ലൗകികതയിൽ മുക്കിയപ്പോ വരാഹമൂർത്തിയായിട്ട് ഹിരണ്യാക്ഷനെ വധിച്ചു ഭൂമിയെ ഉയർത്തിയത് ഭഗവാനാണ്, അല്ലെ? മഹാവിഷ്ണുവാണ്. കാരണം ഭൂമി എന്നത് ലൗകികതയിൽ നശിക്കപ്പെടേണ്ട ഒന്നല്ല. അപ്പൊ ആധ്യാത്മികതയിൽ ഉയർത്തപ്പെടേണ്ടതായിട്ട് ഒന്നാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ മാത്രമേ ഭൂമിയില് പുണ്യകർമ്മങ്ങൾ സാധ്യമാവുകയുള്ളൂ. വരാഹമൂർത്തിക്ക് ആ ശക്തി കിട്ടുന്നത് വാരാഹി ദേവി മൂലമാണ്. അപ്പൊ പഞ്ചമി എന്ന് പറഞ്ഞാൽ 948 നാമത്തില് ഹിരണ്യാക്ഷന്റെ കഥ നമുക്ക് കാണാം. അങ്ങനെ ഭണ്ഡനും ശക്തിസേനയും തമ്മിലുള്ള യുദ്ധം 3-ാം ദിവസമാണ് നടക്കുന്നത്. ഈ ദിവസമാണ് വിഷങ്കൻ വീണത്. അത് കഴിഞ്ഞ് വിശുക്രനും വീണു. വിഷങ്കൻ വീണപ്പോ വിശുക്രൻ തന്റെ ആ ഒരു തൃശാസ്ത്രം പ്രയോഗിച്ച് ശക്തി സൈന്യത്തിനെതിരെ. അപ്പൊ വിശുക്രന്റെ ശക്തി തൃശാസ്ത്രമാണ്. ഈ അസ്ത്രം, അതായത് ആ അസ്ത്ര ഭംഗം വരുത്തുന്ന ഒന്നാണിത്. ഈ അസ്ത്രപ്രയോഗത്തിൽ ദേവീ സൈന്യം ദാഹത്താൽ വലഞ്ഞു. അപ്പോ ആ ഒരു യുദ്ധം മറന്നുപോയി അവര്. പക്ഷേ ഈ അസ്ത്രം അതിനുള്ള പ്രബലമായ വാരാഹി ദേവിയില് ഒരു മാറ്റവും വരുത്തിയില്ല. അത് മാത്രമല്ല, തന്റെ കിരിചക്രത്തിൽ വെച്ച് തന്നെ മധ്യസമുദ്രത്തിന്റെ ദേവതയായ വാരുണി ദേവിയെ ആവാഹിക്കുകയും വാരുണി ദേവിയോട് ഈ ശക്തി സൈന്യങ്ങളുടെ ദാഹം തീർക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ അവിടത്തേക്ക് മാത്രമേ അത് സാധിക്കുന്നു എന്ന് പറഞ്ഞു. ദയവായി ചെയ്താലും എന്ന് പറഞ്ഞപ്പോ വാരുണി ദേവി നിമിഷ നേരം കൊണ്ട് എല്ലാ ദേവിമാരുടെയും ദാഹം തീർത്തു കൊടുത്തു. അപ്പൊ ദാഹം എന്നത് ബാഹ്യമായിട്ട് പറഞ്ഞാല് ജലത്തിനുള്ള ദാഹം എന്ന് പറയാമെങ്കിലും ആ ഒരു തത്വപരമായിട്ട് ലൗകികതയോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹമായിട്ട് നമ്മൾ അതിനെ കാണണം. അപ്പൊ ദേവിമാര് ആ ലൗകികതയിൽ ഭ്രമിച്ചപ്പോഴാണ് വിശുക്രൻ തന്റെ അസ്ത്രം പ്രയോഗിച്ചത്. അനന്തരം ആ ഒരു അതിശക്തിമാനായിരിക്കുന്ന വിശുക്രൻ ഗജാസുരനെ അയച്ചു. ഗജാസുരനെ കണ്ട പരാശക്തി വിഘ്നേശ്വരനെ സ്മരിക്കുകയും, കാരണം ഗജാസുരനെ നിഗ്രഹിക്കാൻ വിഘ്നേശ്വരന് മാത്രമേ സാധ്യമാകൂ. അപ്പൊ താനാണ് അവസാന വാക്കെന്ന് ചിന്തിക്കാതെ ആ ഒരു എന്താ പറയാ ഉചിതമായവരിൽ നിന്ന് സഹായം നേടാൻ ദേവിക്ക് യാതൊരു മടിയുമില്ല. അപ്പൊ ഗജാസുരനെ വിഘ്നേശ്വരൻ വധിച്ചു. അതിനിടയ്ക്ക് വിഘ്നയന്ത്രമൊക്കെ പരീക്ഷിച്ചു വിശുക്രനും കൂട്ടരും. ആ അടുത്ത നാമം അതാണ് വരുന്നത്. അങ്ങനെ വാരാഹി ദേവിയുടെ സംഹാര താണ്ഡവമായിരുന്നു അവിടെ ആ യുദ്ധകളത്തില്. തന്റെ ആയുധമായിരിക്കുന്ന കലപ്പയും ഏന്തിയാണ് വാരാഹി ദേവി ശത്രു സൈന്യത്തെ നേരിട്ടത്. എന്നാൽ അത് മതിയാവില്ല എന്ന ഘട്ടം വന്നപ്പോ തന്റെ ആ ഒരു ബ്രഹ്മശിരാസ്ത്രം പ്രയോഗിച്ച് വിശുക്രന്റെ തലയെടുക്കാൻ ആ അസ്ത്രമാണ് പര്യാപ്തമായിട്ട് ദേവി കണ്ടത്. അപ്പൊ വിശുക്രനെ വധിച്ച വാരാഹി ദേവിയില് ആനന്ദം തുന്തിലയായി ദേവി ആദിപരാശക്തി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആ ഒരു എന്താ പറയാ കാഴ്ചയാണ് നമ്മളിപ്പോ യുദ്ധകളത്തിൽ കാണുന്നത്. കാരണം ശേഷം മനുഷ്യരുടെ ആരാധനാമൂർത്തിയായിട്ട് വസിക്കാൻ
വസിക്കുവാനാണ് ദേവി ആവശ്യപ്പെട്ടത്. അതായത് ദേവിയുടെ പുഷ്പബാണങ്ങളാകുന്ന പഞ്ച തന്മാത്രകളിൽ നിന്ന് ആവിർഭൂതയായ ദേവിയാണ് വാരാഹി ദേവി. ആ ദേവിയെ സ്മരിക്കുമ്പോൾ തന്നെ പഞ്ചേന്ദ്രിയ ശുദ്ധിയാണ് നമുക്ക് കൈവരുന്നത്. അപ്പൊ ബാല, മന്ത്രിണി, വാരാഹി ഈ 3 ദേവികളുടെ നിരയില് ഏറ്റവും പ്രഭാവശാലിയാണ് ദണ്ഡനീതി നടപ്പാക്കുന്ന വാരാഹി ദേവി, അല്ലെ? യാതൊരു തരത്തിലുള്ള അച്ചടക്ക ലംഘനവും അനുവദിക്കാത്ത ആ ദേവിയാണ് വാരാഹി. അതുകൊണ്ട് തന്നെയാണ് ദേവിക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഭൂമിയിലെ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പ്രാപ്തമാക്കുകയും നമ്മുടെ ജ്ഞാനത്തെ തന്നെ വരാഹഭാവത്തില് കാണേണ്ടതുമാണ്. കാരണം വിശുക്രന്റെ മറ്റൊരു ശക്തിയായിരുന്നു കൃത്യ എന്ന് പറയുന്ന തമസ്. മനുഷ്യരുടെ ഉള്ളില് ഈ തമസ് തനിക്ക് വേണ്ടപ്പോഴൊക്കെ ഉയർന്ന് ആ എഴുന്നേൽക്കുമെന്ന് വരം നേടിയിട്ടുണ്ട്. അപ്പൊ എന്നാൽ എപ്പോഴൊക്കെയാണോ ഈ തമസ് നമ്മുടെ ഉള്ളിൽ ഉയർന്ന് എഴുന്നേൽക്കുന്നത്, അപ്പോഴൊക്കെ അവളെ ഉന്മൂലനം ചെയ്യാൻ വാരാഹി ദേവി എന്ന് പറയുന്ന പ്രകാശശക്തി സദാ ജാഗരൂപയാണ്. അപ്പൊ വിഡ്ഢിയായ കൃത്യ ഈ സാധ്യത മറന്നുപോയിരുന്നു. അതുകൊണ്ടാണ് പ്രകാശചക്രത്തിൽ സഞ്ചരിക്കുന്ന വാരാഹി ദേവിയുടെ ഉപാസനയില് ഇത്രയും ഉയർന്ന സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ശ്രീവിദ്യ ഉപാസനയില് വാരാഹി ഉപാസന ഏറ്റവും ഉയർന്ന സ്ഥാനമാണുള്ളത്. വാരാഹി ഉപാസനയിൽ തമസില്ല. ആ സത്യം നമ്മൾ അറിയണം. അവിടെ അജ്ഞാനമില്ല. അപ്പൊ ഈ 76ാമത്തെ നാമത്തിലെ പ്രധാനപ്പെട്ട 3 പേരുടെ ആ ഒരു യുദ്ധ പ്രാഗൽഭ്യം നമ്മൾ കണ്ടു, ഇല്ലേ? ആ ഒരു മന്ത്രിണി ദേവി, വാരാഹി ദേവി, ബാലാദേവി. അപ്പൊ ഇപ്പൊ യുദ്ധം നമ്മൾ അതായത് ഭണ്ഡപുത്രന്മാരുടെ വധം കഴിഞ്ഞു, വിശുക്രൻ വിഷങ്കന്റെ വധം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ്? ഇനി അടുത്തത് ഗണേശൻ എന്ന് പറയുന്ന ഗണപതിയുടെ ആവിർഭാവമാണ്, അല്ലെ? 77ാമത്തെ നാമം, അതായത് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അപ്പൊ ഇനിയിപ്പോ വിഘ്നയന്ത്രം എന്തുകൊണ്ടാണ് നമ്മള് ഗണപതി ഉപാസനയ്ക്ക് ഇത്രയും പ്രാധാന്യം ശ്രീവിദ്യ ഉപാസനയിൽ, അല്ലെ? മൂലാധാര ചക്രത്തില് ലം ബീജത്തിന്റെ അധിപനായിരിക്കുന്ന ഭൂമി തത്വത്തിൽ ഇരിക്കുന്ന മഹാഗണേശന്റെ ആവിർഭാവമാണ്. കാരണം ഈ വിഘ്നയന്ത്രത്തെ ഇല്ലാതാക്കുന്നത് ഗണേശനാണ്. പിന്നെ നമുക്ക് ആ ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ദേവിയുടെ കൈകളിൽ നിന്ന് വരുന്ന നാരായണ ദശാകൃതി, അല്ലെ? പിന്നെ പാശുപതാസ്ത്രം, അതായത് കാമേശ്വരാസ്ത്രം എന്നിങ്ങനെയുള്ള അസ്ത്രങ്ങളുടെ ആ ഒരു നിരനിരയായിട്ട് വന്ന് അവസാനം ഹരനേത്രാഗ്നി സംതക്ത കാമസജ്ജീവന ഔഷധി, അമ്മയുടെ മന്ത്രസ്വരൂപം 84ാമത്തെ നാമത്തില് അമ്മയുടെ മന്ത്രസ്വരൂപം വ്യക്തമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. യുദ്ധ അവസാനത്തില് ഭണ്ഡനെ വധിക്കുകയും ദേവി പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്യുന്ന ആ ഒരു തത്വത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ നമ്മൾ ദേവിയുടെ സൂക്ഷ്മ കുണ്ടലിനി സ്വരൂപമായിരിക്കുന്ന മന്ത്രസ്വരൂപമായിരിക്കുന്ന ശ്രീവിദ്യ മന്ത്രത്തെ നമ്മൾ കാണും. ദേവിയുടെ വാഗ്ഭവകൂടം, കാമരാജകൂടം, ആ ഒരു ശക്തികൂടം എന്ന് പറയുന്ന 15 അക്ഷരത്തോടു കൂടിയ ശ്രീവിദ്യ മന്ത്രത്തിന്റെ ആവിർഭാവമാണ്. മന്ത്രമയ ശരീരത്തെ നമ്മള് ഭണ്ഡാസുരന്റെ വധത്തിന് ശേഷം കാണും. അപ്പോൾ നമുക്കിനി ഗണപതിയുടെ ആവിർഭാവം അടുത്ത പ്രാവശ്യം ഇന്നിവിടെ നമുക്ക് നിർത്താം. കാരണം ഈ ഗണപതിയുടെ ആവിർഭാവം ഒരു പുതിയ ഗണപതി പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുക, അല്ലെ? അപ്പൊ നമ്മുടെ മൂലാധാരം മുതൽ ആധാരത്തിന്റെ ദേവതയായിരിക്കുന്ന ഭഗവാന്റെ ആവിർഭാവം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാം ദേവി ലളിതാ ചരണാംബുജത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് ഈ ലളിതാ സഹസ്രനാമം പൂർണ്ണമായി പറയാനുള്ള എല്ലാ അനുഗ്രഹവും നമ്മുടെ ഗുരുരൂപിണിയായിരിക്കുന്ന ദേവിയും പരമ്പരയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.